ഫുർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനശ്വരനായി ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണ 13ാമത്തെ എപ്പിസോഡാണ്. തീർച്ചയായും ഈ എപ്പിസോഡ് കാണുമ്പോൾ തീർച്ചയായും ജയൻ സ്മരണ 12ാമത്തെ എപ്പിസോഡ് കൂടി കാണുക. അതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ ഇത് കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നു. ഇന്ന് ജയൻ്റെ ഇളയ അമ്മാവൻ ഡോക്ടർ കെ രാമകൃഷ്ണൻ സാറിൻ്റെ മകൻ ജയകുമാർ രാജാറാം സാറാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ. സ്വാഗതം. നമസ്കാരം. ഞാൻ അതുല്യ നടൻ ജയൻ്റെ ഇളയ അമ്മാവനായ ഡോക്ടർ കെ രാമകൃഷ്ണനുള്ള മകനാണ്. സാറും ജയൻ സാറുമായിട്ട് അന്ന് ഓർമ്മയിൽ പങ്കുവച്ച പല കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതുപോലെ ജയൻ സാർ മനസ്സ് തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും അതുകൂടി. അണ്ണൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയില്ല. അപ്പച്ചിയുടെ ഒരു ഒരു മോൾഡിങ്ങിനകത്ത് വന്ന ഒരു സ്വഭാവവിശേഷം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത് ഒരിക്കൽ ഞാൻ പറഞ്ഞ ഒരു വഴക്കുണ്ടായൊരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്നെ വഴക്ക് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ വഴക്ക് പറയുന്ന സംഭവം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഒരു പ്രാവശ്യം വന്നിട്ട് പറഞ്ഞ്, എടാ അതെ നീ ഈ വീടൊക്കെ നീ അടുത്ത പ്രാവശ്യം ഒരു അണ്ണൻ വരുന്നതിന് മുമ്പ് നീ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യണം. അത്യാവശ്യം ഒരു വിൻഡോ കർട്ടനൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ കയറി വരുന്ന ആ ചെറിയൊരു ഇടനാഴി പോലെ ഉണ്ട് ഫ്രണ്ടിൽ, അവിടെ ഒരു കാർപ്പറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് പോലെ ഒരു കമ്പി ഒരു ജനലുണ്ട്. അപ്പോൾ അവിടെ ഒരു വിൻഡോ കർട്ടനൊക്കെ വാങ്ങിച്ചിട്ട് നല്ലോണം വീടൊക്കെ ഒന്ന് വൃത്തിയായിട്ട്, ഈ വീടൊക്കെ ഇത് മതിയടാ, പക്ഷെ ഒന്ന് വൃത്തിയായിട്ട് പെയിൻറ്റ് അടിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ അണ്ണന് ഒരു 5000 രൂപ, അപ്പം രൂപ എത്ര എന്നുള്ള ഒരു കെട്ട് നോട്ട് 5000 രൂപ ഇങ്ങനെ അണ്ണന് 100ൻ്റെ ആയിരുന്നു, എടുത്ത് അവിടെ തന്നിരുന്നു. ഞാനത് അവിടുത്തെ എടുത്ത് വെച്ചു. അണ്ണൻ ഇറങ്ങാൻ നേരത്താണ്, അപ്പച്ചി വന്ന് കണ്ടിട്ട് ഇറങ്ങാൻ നേരത്താണ് ഈ പൈസ എടുത്ത് വന്നിട്ട് ഈ അണ്ണൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ പൈസ വാങ്ങിച്ച് വെച്ചു. എന്നിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. രാവിലെ ആയപ്പോൾ ഉണ്ട് അപ്പച്ചി വന്നിട്ട് ഇങ്ങനെ കഥയിൽ തൊട്ടിട്ട്, എടാ വർദ്ധനോ, ഇപ്പം വർദ്ധനാന്ന് എന്നെ വീട്ടിൽ വിളിക്കുന്നത്. അപ്പം എടാ വർദ്ധനോ, എടാ ഇന്നലെ അവൻ വന്നിട്ട് എന്തുവാ നിന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു അപ്പച്ചി ഇങ്ങനെ വീട് പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിന് എന്തുവാ പൈസ വല്ലതും തന്നു? ഞാൻ പൈസ വന്ന് കണ്ട് ഇരിക്കുന്നതാണ്, 5000 രൂപ ഇരിക്കുന്നു. ഓ പിന്നെ പിന്നെ വീട് പെയിൻറ്റ് ചെയ്യുന്നത് അവൻ ഇപ്പോഴല്ലയോ വലിയ ജയനൊക്കെ ആയത്. നീ ഒരു കാര്യം ചെയ്യും, ആ പൈസ ഇങ്ങോട്ട് തന്നെ അനിയൻ എന്ന് പറഞ്ഞാൽ ഇളയ മോൻ, അനിയൻ ഇങ്ങനെ കുറച്ച് പൈസ വന്ന് ചോദിച്ചു. അവനെന്തോ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പം നമുക്ക് പിന്നെ കാണുമൊക്കെ വീട് പെയിൻറ്റ് ചെയ്യാം, അതുകൊണ്ട് അത് നീ ആ പൈസ ഇങ്ങോട്ട് ഇടും. ഞാൻ പറഞ്ഞത് ഇതായിരിക്കുന്ന പൈസ അപ്പച്ചി എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞു. അപ്പച്ചി ആ പൈസ ഞാൻ എടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പച്ചി എടുത്ത് കൊടുക്കുകയും ഞാനിത് ഇത്ര ഗൗരവമാക്കിയില്ല. അണ്ണൻ ഈ വീട് പെയിൻറ്റ് ചെയ്യുന്ന എന്ത് ഗൗരവത്തിലാണ് പറയുന്നു എനിക്ക് അന്ന് മനസ്സിലാക്കാനുള്ള പ്രായമില്ല. തന്നെയല്ല അതിനകത്തുള്ളൊരു പ്രത്യേകത, ഇപ്പോൾ പ്രിൻസൊക്കെ അല്ലെങ്കിൽ പ്രിൻസിനെ പോലുള്ള ആൾക്കാർ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചിലപ്പം നമ്മൾ നിലവിളിച്ചു അണ്ണനെക്കുറിച്ച് ഓർക്കുമ്പോൾ, അതുകൊണ്ട് അണ്ണൻ്റെ ഓർക്കാൻ പോലും നമുക്ക് ചിലപ്പം ആഗ്രഹം ഉണ്ടാവത്തില്ല. കാരണം ഇത്രയും വലിയൊരു ഒരു യുഗപുരുഷനായിരുന്നല്ലോ ഇദ്ദേഹം എന്ന് നമ്മൾ അറിയുമ്പോൾ. കാര്യം ഈ കണ്ണൻ നായർ എന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ അനിയൻ്റെ മൂത്ത മകൻ. ഈ കണ്ണനാണ് എൻ്റെ നമ്പർ എല്ലാവർക്കും കൊടുക്കുന്നത്. കണ്ണൻ വഴിയാണ് എന്നെ ഇങ്ങനൊരു കഥാപാത്രം ഉണ്ടെന്നുള്ള, അവിടെ താമസിച്ച് പഠിച്ചൊരു കഥാപാത്രം ഉണ്ടെന്നുള്ള കാര്യം തന്നെ അറിയുന്ന കണ്ണൻ വഴിയാണ്. കണ്ണൻ ഈ നമ്പർ അവൻ്റെ അടുത്ത് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ കുഞ്ഞില്ല, അവൻ അണ്ണൻ ജനിക്കുമ്പം അണ്ണൻ മരിക്കുമ്പോൾ അവനാണ്ട് 5-5.5 വയസ്സേ ഉള്ളല്ലോ. അണ്ണൻ്റെ ചിത കത്തിക്കുന്നതൊക്കെ കണ്ണനാണ് കത്തിക്കുന്നത്. അപ്പം കണ്ണനെ ഇങ്ങനെ കൂടെ അവനിങ്ങനെ ആരും ഇല്ലാതെ വരുമ്പോഴും ചിറ്റപ്പ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവനെ ആവശ്യപ്പെടുകയും, അപ്പോൾ അങ്ങനെ അവനുമായിട്ട് ഒരു നല്ല അടുപ്പമുണ്ട്. കുട്ടനുമായിട്ടും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് കുട്ടനുമായിട്ട് ഇടയ്ക്കാലം വെച്ച അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മോള് ലക്ഷ്മി, അവൾ ഡോക്ടറാണ്, ക്ലിനിക്കൽ ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അണ്ണൻ്റെ ആ ഒരു അന്തസ്സും ഒരു ഗൗരവവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഇപ്പോൾ യഥാർത്ഥത്തിൽ അവളേ ഉള്ളൂ. അവൾ MSc സൈക്കോളജിയൊക്കെ കഴിഞ്ഞ് റാങ്ങോട് അവൾ പാസ്സായതാണ്. നല്ല ബുദ്ധിയുള്ള കുട്ടി. ആ 3 കുട്ടികളും തന്നെ നല്ല ബുദ്ധിയുള്ളവരാണ്. അണ്ണൻ്റെ അനിയൻ്റെ മക്കൾ. അനിയണ്ണൻ തന്നെ നല്ല കഴിവുള്ള നല്ല എൻ്റർപ്രണറായിരുന്നു അനിയണ്ണന്. എന്തെല്ലാം ബിസിനസ് അനിയണ്ണൻ നടത്തിയിട്ടുണ്ടെന്നറിയോ? അനിയണ്ണൻ തീപ്പെട്ടി കമ്പനി നടത്തിയിട്ടുണ്ട്. സിനിമയിൽ അണ്ണൻ കയറുന്നതിന് മുമ്പ് തന്നെ അണ്ണൻ തീപ്പെട്ടി കമ്പനി നടത്തിയിട്ടുണ്ട്. കശുവണ്ടി ഫാക്ടറിയിൽ അണ്ണൻ ഇങ്ങനെ മാനേജരായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അണ്ണൻ മരിച്ചതിന് ശേഷം അണ്ണൻ്റെ പേരിൽ ജയൻ എൻ്റർപ്രൈസ് നമ്മൾ തേവലക്കരയിൽ ഒരു സ്മാരകം, അണ്ണൻ്റെ സ്മാരകത്തിലാണ് ജയൻ എൻ്റർപ്രൈസ് തുണി ഒരു ലേഡീസിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ബ്രായും പാൻറ്റീസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അവർക്ക് അണ്ണൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തയ്യൽ സ്കൂളാണ് നടത്തിയിട്ടുണ്ട്. നല്ല എൻ്റർപ്രണറായിരുന്നു.
നല്ലവണ്ണം വെളിയിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോയി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ 3 പിള്ളേരും തന്നെ നല്ല ഔട്ട്സ്റ്റാൻഡിങ്, നല്ല എബോ അവർ നല്ല സൗന്ദര്യമുള്ള, നല്ല കഴിവുള്ള. ഇപ്പോൾ കുട്ട സിനിമയിലൊക്കെ ഉണ്ട് ആദിത്യൻ എന്ന് പറഞ്ഞ സീരിയൽ നടനായിട്ട്. അവൻ നല്ല സുന്ദരനാണ്, കഴിവുള്ളവനാണ്. പക്ഷേ ഇപ്പം അണ്ണനാവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ അണ്ണനാവാൻ പറ്റുമോ, അല്ലേ അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ആവാൻ ഇപ്പം അങ്ങനെ മലയാള സിനിമയെ പോലും അങ്ങനെ പൗരുഷമുള്ള പുരുഷൻ അല്ലെ ആണെന്ന് പറയുന്ന ആ ചങ്കുറ്റമുള്ളതെന്ന് പറഞ്ഞാൽ അതിസാഹസീനായിരുന്നല്ലോ അണ്ണൻ. മനസ്സിലായി. സിനിമയിൽ തന്നെ എത്രയോ സിനിമയിൽ ഞാൻ തന്നെ അണ്ണനോട് ചോദിച്ചിട്ടുണ്ട്, ഈ സാഹസികയെക്കുറിച്ചൊക്കെ ഞാൻ അണ്ണനോട് ചോദിച്ചിട്ടുണ്ട്. ഏതോ ഒരു സിനിമയിൽ പിന്നെ കണ്ടിട്ട് വന്നിട്ട് അണ്ണൻ സിംഹമായിട്ട് അടി ഉണ്ടാക്കുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു ചെറിയ പേടി വന്നു. അപ്പോൾ അപ്പച്ചി അന്ന് അങ്ങനെ തന്നെ സിനിമയ്ക്കൊന്നും വിടത്തൊന്നുമില്ല. മോനൊക്കെ സിനിമയിലൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിന്നോട്ടെ, അങ്ങനെ എന്നെ ഉഴപ്പാനൊന്നും വിടത്തൊന്നുമില്ല. അപ്പോൾ ഈ സിനിമ വന്ന് അപ്പച്ചി അന്ന് അനുവദിച്ചു. ആരാധനയിലും കണ്ട ആ സിനിമ വന്നത്, കൊല്ലത്തെ ആരാധനയിൽ. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ അപ്പച്ചി ഇങ്ങനെ അണ്ണൻ ഇങ്ങനെ സിനിമയായിട്ട് അയ്യോ എടാ എനിക്ക് കേൾക്കണ്ട എന്നിങ്ങനെ അപ്പച്ചി ഇങ്ങനെ ഭയത്തോട് ഇങ്ങനെ അപ്പച്ചി അത് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അണ്ണൻ വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അണ്ണൻ ഇങ്ങനെ ഒരു സിനിമയിൽ ഇങ്ങനെ ഈ റോപ്പ് ക്ലൈംബ് ചെയ്ത് അണ്ണൻ ഇങ്ങനെ കയറുന്നുണ്ടല്ലോ, അതുപോലെ ഈ സിംഹമായിട്ടാണ് അടിയോട് ഇതൊക്കെ ഉള്ളതാണെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചേ നിനക്കെന്താ തോന്നുന്നു എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഉള്ളതാണെന്ന്. എടാ അതൊക്കെ വളർത്തുമൃഗങ്ങളല്ലേ, അവരൊക്കെ അതിനെ മെരുക്കിയൊക്കെ ഇട്ടേക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് ട്രെയിൻഡാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ട്രെയിൻഡാണ് ആ മൃഗങ്ങളൊക്കെ, അതുകൊണ്ട് വേറെ ദോഷമൊന്നും വരത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് സിംഹമായിട്ടൊക്കെ അടി ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാവും. സിംഹം അങ്ങോട്ട് കയറി അള്ളീനൊക്കെ കേട്ടില്ല. അപ്പോൾ നമ്മൾ പറയാൻ വന്ന വിഷയം അതല്ല, നമ്മൾ പറയാൻ വന്ന വിഷയം വഴക്കുണ്ടായ വിഷയം, എന്നെ വഴക്ക് പറഞ്ഞ വിഷയം. അപ്പം വഴക്ക് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് പോയ അപ്പച്ചി പൈസയും വാങ്ങിച്ചുണ്ട്. അണ്ണൻ അടുത്ത മാസം വരുക. അടുത്ത മാസം വരുമ്പോൾ എന്തുവാണ് തതയുക, വീട് പഴയ പോലെ തന്നെ കിടക്കും. ആ ഒരു വൃത്തികെട്ടായിട്ട് പെയിൻ്റൊന്നും ചെയ്യാതെ പഴയ ഊടുമൊക്കെ ആയിട്ട് ആ ഒരു പൊട്ടിക്കേറിയ ആ ഒരു കസേരയും പിന്നെ എന്താണ് 2 ഈ വരിച്ചിലൊക്കെ പൊട്ടിയ കസേരയും അതുപോലെ ഒരു ചൂരൽ കൊണ്ടുള്ള ഒരു എന്താണ് ഒരു ടേബിളും ഒക്കെ ആയിരുന്നു ഫ്രണ്ടിൽ കിടന്ന, അങ്ങനെ 2 ചൂര കസേരയും 2 ചൂരൻ്റെ ടേബിളും ഒക്കെ അവിടെ പോകും. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഒരു ഇരുമ്പിൻ്റെ റൗണ്ടായിട്ടുള്ളൊരു കസേര ഉണ്ടെന്ന് തോന്നുന്നു. അപ്പച്ചി വന്നിട്ട് അവിടെ ഇങ്ങനെ മുറുക്കാനും കൊണ്ടൊക്കെ ഇങ്ങനെ വൈകിട്ട് അവിടെ ഇരിക്കുന്നതല്ല, അങ്ങനെയൊക്കെയാണ് അപ്പച്ചിയുടെ രീതി. അപ്പച്ചിയുടെ പഴയ രീതി അതാ. ഒരു ഇത്രയും പിന്നെ വലിയ സിനിമാടനായിട്ടും അവസാനം അണ്ണം സിനിമയിൽ വാങ്ങിക്കുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 രൂപ അന്നത്തെ കാലത്ത്. അന്നെനിക്കൊന്ന് കൊല്ലം ടൗണിൽ ഒരു സെൻറ്റിന് 2,000 രൂപയൊക്കെ വില കാണത്തുള്ളൂ അണ്ണൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ. അപ്പോൾ അണ്ണൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ ആ ഒരു സന്ദർഭ പറഞ്ഞാൽ എടാ ഞാനിപ്പോൾ വാങ്ങിക്കുന്ന രൂപ എത്ര നിനക്കറിയാമെന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയത്തില്ലല്ലോ. അപ്പം എത്ര ഞാനൊന്നും മിണ്ടിയില്ല. എടാ നസീർ സാറ് പോലും വാങ്ങിക്കുന്ന 50,000 രൂപയാണ്, ഞാൻ ഇപ്പം വാങ്ങിക്കുന്ന 75,000 രൂപയാണെന്ന് അണ്ണന് അവസാനം ആ സമയത്ത് ഇങ്ങനെ അണ്ണൻ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞതായിട്ട് ഒരു ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ അന്ന് നമുക്ക് 75,000 രൂപ ടൗണിൽ അടൂർ ടൗണിൽ കൊല്ലം ടൗണിൽ നമുക്കൊരു 10-30 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റും. അത്ര സമ്പന്നത അണ്ണൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ള. അപ്പോൾ ഈ രണ്ടാമത് വന്നപ്പോൾ വീടിങ്ങനെ പഴകി കിടക്കുന്ന കണ്ടുകൊണ്ട് എന്നോട് എന്തോ അപ്പച്ചിയായിട്ട് എന്തോ സംഭാഷണം നടത്തിയിട്ട് ഇങ്ങനെ എൻ്റെ മുറിയിലോട്ട് വന്ന്. സാറിന് എൻ്റെ മുറിയിലോട്ട് ഒന്നും കയറത്തുമില്ല, അങ്ങനെ മിണ്ടുന്ന ആളുമല്ല. വെളി വാതുക്ക വന്ന് നിന്നിട്ട് എടാ ഞാൻ ഇറങ്ങുവാന്നേ, വിശേഷമൊന്നുമില്ലല്ലോ, നല്ലോണം പഠിക്കുന്നത്, ഇങ്ങനെ ചില കാച്ചിക്കുറുക്കിയ സംഭാഷണം നടത്തിയിട്ട് പോകുന്ന ആൾ റൂമിലോട്ട് വന്നും കയറി. എന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അണ്ണൻ വന്ന് കയറി പോയി. അണ്ണൻ അങ്ങനെ കയറുന്നതല്ല, കയറി. അപ്പം എനിക്ക് വഴക്ക് പറയാനാണ് വരുന്നത് എനിക്കറിയത്തില്ല. ഞാനങ്ങ് കയറി കഴിഞ്ഞപ്പം അണ്ണനിങ്ങനെ കയറി വന്നാൽ അവിടെ ഒരു ഇരുമ്പ് കസേര കിടപ്പുണ്ട്. ആ കസേരയ്ക്കകത്ത് അണ്ണനിങ്ങനെ വന്നിട്ട് ചോദിച്ചു, എടാ നിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ നീ ചെയ്യാഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണാ അതെ, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിന്നു. എടാ അവരോട് പറഞ്ഞ ആ തള്ളയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഞാനൊരു അറിയപ്പെടുന്ന സിനി സ്റ്റാറിലെ ആ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുക. ഞാൻ അറിയപ്പെടുന്ന ഒരു സിനി സ്റ്റാറിലെ, ഈ സിനി സ്റ്റാർ എന്നുള്ള വാക്ക് അതൊരു പ്രത്യേക ടേമാണ് സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന. ആ അണ്ണൻ പറഞ്ഞിട്ടായി സിനി സ്റ്റാർ എന്നുള്ള വാക്കാണ് ഞാൻ കേട്ടത്. അപ്പോൾ അണ്ണനെയൊക്കെ വിളിക്കുന്നത് അങ്ങനെ ആയിരിക്കും. ഞാൻ ഒരു അറിയപ്പെടുന്ന സിനി സ്റ്റാറിലാണ്, നിനക്കൊന്നും അത് മനസ്സിലാകത്തില്ല, മനസ്സിലായില്ലേ? ഈ തള്ള അത് ചെയ്യാത്തോണ്ടല്ലേ നിൻ്റെ കയ്യിൽ ആ പൈസ തന്നത്, നീയും ആ ഒരു ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കണ്ണങ്ങ് നിറയാൻ തുടങ്ങിയിട്ട് അത് അല്ല നിൻ്റെ വീടാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യൂ. അടുത്ത ചോദ്യം വരുന്ന ഇതാ, നിൻ്റെ വീടാണ് നീ വൃത്തിയായിട്ട് ഇടത്തില്ലേ? അപ്പോൾ നിനക്കെന്തുവാ? എന്നെയല്ലേ നാട്ടുകാർ ജയൻ്റെ വീടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും വന്ന് എത്രയോ പേര് ഇവിടെ വന്ന് നോക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ജയൻ്റെ വീട് കാണാൻ എത്രയോ പേര് വരുന്നുണ്ട്. നിനക്കതൊന്നും അറിയൊന്നും വേണ്ടല്ലോ, നാണം കിടന്ന ഞാനല്ലേ,
എന്ന് പറഞ്ഞിട്ട് അണ്ണൻ അങ്ങനെ ഒരു വഴക്ക് പറയപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകാൻ തുടങ്ങി. യഥാർത്ഥം ഞാൻ ഇന്നസെൻറ്റാണ്. കാര്യം ഞാനത് ചെയ്യിച്ചതിനായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ അത്ര വലിയ കഴിവുള്ള ആളൊന്നുമില്ല. കാര്യം നമ്മളിങ്ങനെ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഇങ്ങനെ അവരുടെ ചിറക് അപ്പച്ചി വന്നപ്പോൾ അപ്പച്ചിയുടെ ചിറകിലൂടെ നിന്ന് വളർന്ന പിള്ളേരല്ലേ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തുള്ള ഒരു വലിയ കഴിവൊന്നും ഇല്ലല്ലോ, ആ തൻ്റെ ഇടമൊന്നും ഇല്ലല്ലോ. അവിടെ അങ്ങ് പെയിൻറ്റർമാരെയൊന്നും അറിയത്തുമില്ല. തന്നെയല്ല അപ്പച്ചി വന്ന് കാശും വാങ്ങിച്ചിട്ട് പോയി. ഞാൻ ആ കാര്യത്തിൽ ടോട്ടലി ഇന്നസെൻറ്റാണ്. അപ്പോൾ അണ്ണൻ വഴക്ക് പറഞ്ഞപ്പോൾ ഉടനെ അപ്പച്ചി രണ്ടായാലും ഇറങ്ങി വന്നിട്ട് അപ്പച്ചി വന്നിട്ട് അണ്ണൻ്റെ അടുത്ത് ദേഷ്യപ്പെടാത്തത്. നീ എന്തോടാ അവനെ വഴക്ക് പറയുന്നത്? ആ പൈസ വാങ്ങിച്ചത് ഞാനാ. അതെ, ഒരു മഴ പെയ്തെന്നും പറഞ്ഞുകൊണ്ട് നേരം വെളുക്കത്തൊന്നുമില്ല, മനസ്സിലായില്ല. അത് ഞാൻ വാങ്ങിച്ചു, അത് അനിയന് ഇച്ചിരി ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അവൻ എത്രയോ കാശ് ഞാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഈ പൈസ എടുത്ത് പെയിൻറ്റ് ചെയ്തുവിടായിരുന്നു. അമ്മയെടുത്ത് 2 പ്രാവശ്യം തന്ന് നടക്കാഞ്ഞുകൊണ്ടല്ലേ ഞാൻ അവനെ ഏൽപ്പിച്ചത്. അതൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നാണം കെട്ട് ജീവിച്ചാൽ നിങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം ഇത് ഇങ്ങനെയാണ് അപ്പച്ചി അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് ദേഷ്യപ്പെട്ട് അണ്ണനങ്ങ് ഇറങ്ങിപ്പോയതാണ്. അപ്പം അപ്പച്ചി വന്നിട്ട് എന്നെ ഷീഡ് ചെയ്യുക, നീ എന്തിനാ കുഞ്ഞിനെ വഴക്ക് പറയുന്നത്, അവനെന്തിനാണ് അവനെന്തോ പഴിച്ച് എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അപ്പച്ചി വഴക്ക് പറഞ്ഞു. അണ്ണനങ്ങ് പോയിട്ട് പിന്നെ അണ്ണന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1.5 മാസം കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദീർഘമായിട്ട് ഗ്യാപ്പ് അണ്ണനെ ആ തള്ളയെ കാണാൻ ഇട്ടിട്ടില്ല. കുറച്ചേറെ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അണ്ണൻ വരുന്നത്. പിന്നെ വരുമ്പോഴാണ് അണ്ണൻ്റെ ആ ഒരു മനസ്സ് തുറന്നിട്ട് ഞാനുമായിട്ട് അണ്ണൻ സംഭാഷണം നടത്തുന്നത്. പക്ഷേ ഈ അണ്ണൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ജീവിതമൊക്കെ കഴിഞ്ഞ് 2 മക്കളുടെയൊക്കെ അച്ഛനായ 2 പെൺമക്കളായിരിക്കുള്ള 2 പ്രൊഫഷണൽസ് ഉണ്ട്, 2 മക്കൾ ഡോക്ടർമാരാണ്. അപ്പം അങ്ങനെ ഒരു നിലവാരത്തിൽ ഞാൻ നിൽക്കുമ്പോഴാണ് അണ്ണൻ്റെ ഹൈറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അണ്ണൻ എന്താണ് അന്ന് പറഞ്ഞത്, അണ്ണൻ്റെ പ്രകൃതി എന്തായിരുന്നു, അണ്ണൻ്റെ മനോഭാവം എന്തായിരുന്നു, അണ്ണൻ്റെ ഒരു ആഠ്യത്വം എന്തായിരുന്നു, ആ റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അണ്ണൻ്റെ ആ ഗൗരവം എന്തായിരുന്നു, അണ്ണൻ എന്തായിരുന്നു എന്നുള്ള കാര്യം ഈ പറയുന്ന ഈ പ്രിൻസിനെ പോലെ എത്രയോ പേരാണെന്നറിയോ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിളിച്ച് ചോദിക്കുകയാണ് അണ്ണനെക്കുറിച്ചുള്ള അറിവുകൾ. അണ്ണൻ്റെ കൈ എങ്ങനെയാണ്, അണ്ണൻ്റെ നഖം എങ്ങനെയാണ്, മുടി എങ്ങനെ ഉണ്ടായിരുന്നോ, ഈ 6 അടി ഹൈറ്റ് ഉണ്ടോ, പിന്നെ 6 അടി 2 ഇഞ്ച് യഥാർത്ഥത്തിലില്ലേ, വലിയ വണ്ണമുള്ള ആളായിരുന്നു, വലിയ സൈസായിരുന്നോ, ജനങ്ങൾക്ക് എന്തെല്ലാമായിരുന്നു അണ്ണൻ്റെ മാനറിസം, ആ വേ ഓഫ് ടാക്കിങ്, പിന്നെ അതുപോലെ നടത്തയുടെ ആ പ്രത്യേകത, പിന്നെ ആ മുഖത്ത് ആ ചിരിയുടെ ലക്ഷണം, ആ പൗരുഷം, അതിസാഹസികത, ഇതിനെയൊക്കെ സ്നേഹിക്കുന്ന കാര്യം ഒരു പുരുഷൻ എന്നുള്ള രീതി കൂടെ, ഒരു യുവാവ് ഒരു ധൈര്യശാലി എന്നുള്ള രീതി കൂടെ, ഒരാണെന്നുള്ള രീതി കൂടെ ഇന്ന് സമൂഹം അണ്ണനെ കണ്ടിട്ടില്ലാത്ത, അണ്ണൻ മരിച്ചപ്പം പോലും ജനിച്ചിട്ടില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ പേരാണ് വിളിച്ച് ചോദിക്കുന്നത്. കണ്ണൂന്നൊരു രാജീവ്, പിന്നെ അങ്ങനെ എത്രയോ ഇപ്പം പ്രിൻസ്, പിന്നെ വേറെ ഒരു പേരൊക്കെ ഒത്തിരി പേരുകളൊക്കെ ഞാനങ്ങ് മറന്നു പോവുക, മനസ്സിലായി. എത്രയോ ആൾക്കാരിങ്ങനെ വിളിച്ചിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ എത്രയോ സാംസ്കാരിക സമിതികളാണ് അതിൻ്റെ പേരിൽ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, യുണീക്ക്നെസ്, ക്യാരക്ടറുള്ള പ്രത്യേകത. അപ്പം ഈ ഒരു പ്രത്യേകത എനിക്കന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമ്മുടെ കൂടെ ഇത്രയും വലിപ്പമുള്ള ആളാണല്ലോ ഈ ഉണ്ടായിരുന്നുള്ള കാര്യം ഇപ്പോൾ ഓർക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോഴോർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ ഓർമ്മ തന്നെ ഒരു തേങ്ങലോടെ മാത്രമേ എനിക്ക് അണ്ണനെക്കുറിച്ച് ഓർക്കാൻ പറ്റുന്നത്. ഭയങ്കര വലിയൊരു ഒരു ദുഃഖമാണ്. അപ്പോൾ 3 മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, ചിലർക്കൊക്കെ ചില സാമ്പത്തിക വിഷമങ്ങളുണ്ട്. അണ്ണൻ മരിച്ചതിന് ശേഷം അനിയണ്ണനൊക്കെ ആ സാമ്പത്തൊക്കെ നശിച്ചു പോകും. ഈ 3 മക്കളിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവരൊക്കെ ഇന്ന് ബെൻസ് കടന്നതിനായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായിട്ട് അണ്ണൻ മാറിയതിനായിരുന്നു. ആ ഒരു ഗുണം അപ്പോൾ അണ്ണനപ്പം പിന്നെ അണ്ണൻ പറഞ്ഞ കഥ രണ്ടാമത് വന്നിട്ട് ആ ഒരു മനസ്സ് തുറക്കുന്നൊരു കാര്യം അതുകൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. വന്നിട്ട് ഇങ്ങനെ വന്ന് കയറി വന്നിട്ട് ഇങ്ങനെ അതൊക്കെ വന്ന് കയറി ഇങ്ങനെ ഇരുന്നു. അവൻ പറഞ്ഞു, എടാ മോനെ, അതേ നിന്നെ വഴക്ക് പറഞ്ഞ അല്ല അണ്ണൻ, അത് പിന്നെ അത് ഈ അമ്മ അങ്ങനെ ചെയ്യത്തില്ല. അത് അവർ ആ പഴയ ഒരു മാമൂല് അമ്മയുടെ എത്ര പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് നിന്നെ ഞാൻ ആ പൈസ ഏൽപ്പിച്ചത്. അപ്പോൾ നീ അത് ചെയ്യാൻ വന്നപ്പോഴത്തേന് അണ്ണന് ഇച്ചിരി വിഷമമുണ്ടായി. പക്ഷേ അത് അമ്മ വാങ്ങിച്ചതെന്നുള്ള കാര്യം പിന്നെ അമ്മ പറയുമ്പോഴേ, അപ്പോൾ നീ ആ ഉത്തരവാദിത്തം കാണിച്ചുള്ള സങ്കടം കൊണ്ടാണ് പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം എപ്പോഴാണ് മക്കളുടെ പഠിത്തമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നു. എൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പം നീ പഠിക്കാനൊക്കെ നീ നല്ല മിടുക്കനാന്നിങ്ങനെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെന്താണ് പിന്നെ ഇത് മാർക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ല മാർക്കാണ്. നീ പഠിക്ക്. പിന്നെ അമ്മ ഇടയ്ക്ക് നിന്നെ സിനിമയിലൊക്കെ
അഭിനയിപ്പിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അത് ശരി അപ്പച്ചി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. എടാ അവനെയും കൂടെ ഒരു സിനിമയിലൊക്കെ അഭിനയിപ്പിക്കുക പറഞ്ഞപ്പോൾ ഉണ്ട്. അതൊക്കെ ആലോചിക്കാം. എടാ മോനെ നീ വിചാരിക്കുന്നോണം അല്ല കേട്ടോ. അണ്ണൻ അന്ന് പറഞ്ഞ ഈ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് ഒരുപാട് ഇതിനകത്ത് ഒരുപാട് വേലവെപ്പുകളും പാരവെപ്പുകളും ഒത്തിരി എന്താണ് ഒക്കെ പ്രശ്നങ്ങളുള്ള ഒരു ഫീൽഡാണ്. അണ്ണൻ തന്നെ പിടിച്ചിരിക്കാൻ വളരെയധികം പാടുപെടുന്നുണ്ട് ഈ ഫീൽഡിന്. അപ്പോൾ ഒത്തിരി വേലവെപ്പും കുതികാല് വെട്ടും എന്നുള്ള വാക്കൊക്കെ ഉള്ളൊരു ഫീൽഡായത്. അതുകൊണ്ട് നീ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. നീ പഠിക്കാൻ എടുക്കണല്ലേ, അതുകൊണ്ട് നീ മക്കളെ പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അണ്ണനാ അവിടെ ഇങ്ങനെ മഹാബലിപുരത്ത് അണ്ണൻ്റെ വീട് വാങ്ങിക്കാൻ എല്ലാം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊരു 75,000 രൂപ അണ്ണൻ അഡ്വാൻസ് കൊടുത്തേക്കുവാണ്. 10 ലക്ഷം രൂപയാണ് ആ വീടിന് വില. അപ്പോൾ ആ വീട് ഉടനെ തന്നെ അണ്ണൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ അമ്മയെ അങ്ങ് കൊണ്ടുപോകും, മദ്രാസിലും കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അമ്മേ ഇവരമ്മ വഴക്കുണ്ടെങ്കിൽ പോലും നമുക്ക് സങ്കടമാണ്. അത്രയും ഇഷ്ടമായിരുന്ന അമ്മയും മകനും. കാര്യം പൂജാമുറി വെച്ച് മകനെ പൂജിക്കുന്നൊരമ്മ എവിടെ ആയാലും എത്ര ഹൈറ്റിലായാലും എൻ്റെ അമ്മ എന്ത് ചെയ്തു തിരക്കി വരുന്ന മകൻ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ചങ്ങാത്തത്തിന് ഒരു വിഷമമായോ എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഞാൻ മൂലം അപ്പച്ചി അണ്ണനെ വഴക്ക് പറയുന്നു, അപ്പച്ചിയായിട്ട് അണ്ണൻ വഴക്കിടുന്നു, പിന്നെ പെണ്ണുങ്ങൾ കുറച്ചാൾ വരാതിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായി. കുഞ്ഞാണെങ്കിൽ എനിക്കൊരു വിഷമം ഉണ്ടായി. അപ്പോൾ അത് മാറ്റാനായിട്ടാണ്. അപ്പോൾ ഞാനത് നിരപരാധിയാണ് അണ്ണൻ ഒന്ന് പറയാനാണ് വന്നത്. അപ്പോൾ നിന്നോട് എനിക്ക് പിണക്കമൊന്നുമില്ല. അപ്പച്ചിയുടെ ഒരു പ്രത്യേക അമ്മ ഇങ്ങനെയാണ്, അത് ശരിയാണ്, അണ്ണൻ പറയാൻ ശരിയാണ്. അവർ ഒറ്റമുണ്ട് ഒരു കറുത്ത, അതിനകത്തെല്ലാം ഈ അടുക്കളയിലുള്ള കരിയെല്ലാം കാണും. ഒരു അഴുക്ക് പിടിച്ച് ഒരു പന്ന ജമ്പറും ഇട്ട് ചിലപ്പോൾ ഒരു മുമ്പുണ്ടങ്ങനെ ഒരു മുറുക്കിയൊക്കെ തുപ്പി കണ്ണും കാണാൻ വയ്യ, ഇങ്ങനെ പ്രാഞ്ചി അപ്പച്ചി കിടക്കുന്നത്. ഷുഗറുണ്ട്, പ്രഷറുണ്ടായിരുന്നു. അപ്പം എന്നാലും എനിക്ക് സ്നേഹമുണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ ഈ സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വെട്ടൊന്ന് മുറിയിലുണ്ട്, അതാ സ്വഭാവം. അത് തന്നെ അണ്ണൻ്റെ സ്വഭാവം തന്നെ. ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ സൗഹൃദത്തെക്കുറിച്ച് ചോദിച്ചപ്പം പറഞ്ഞല്ലോ ഒരു തയ്യക്കാരനൊരു വാസുപിള്ളയെന്നും കണ്ട അദ്ദേഹത്തിൻ്റെ പേരും തോന്നുന്നു. ഈ വീട്ടിൽ വരുമ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാർ അവിടെ ഇട്ടിട്ട് അണ്ണൻ നേരെ വടക്കോട്ടങ്ങ് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അപ്പച്ചി എടുത്ത് ചോദിക്കും, അപ്പച്ചി അണ്ണൻ ഈ ഇവിടെ വടക്കോട്ട് നടന്നു പോകുന്നത്? എടാ അതെ, അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു തയ്യക്കാരൻ, ഒരു വാസുപിള്ള, അയാളെ കാണാൻ പോകുന്നതാണ്. അങ്ങനെ ഞാൻ ഈ അണ്ണൻ വടക്കോട്ട് പോയിട്ട് അങ്ങേർക്കൊരു അന്നത്തെ കാലത്ത് ഈ തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പോകുമ്പോഴെല്ലാം എന്തെങ്കിലും സാമ്പത്തിക. അപ്പോൾ ഇവർക്ക് വളരെ ലിമിറ്റഡ്, അതിന് അടുത്ത ബന്ധുക്കളുണ്ട്, അവിടെ ഒന്നും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ചിയുടെ പൊന്നച്ചൻ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ആരും അങ്ങനെ ബന്ധുക്കളായിട്ട് അവിടെ വരുന്നതും ഞാൻ കണ്ടിട്ടില്ല. അപ്പച്ചി ആരെ എൻ്റർടൈൻ ചെയ്യാറും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അണ്ണനും അതാ പറഞ്ഞു ചില സൗഹൃദം. പക്ഷേ അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു, ഈ വാസുകളെ പോയി കാണുക. അദ്ദേഹം സാമ്പത്തികമായിട്ടൊക്കെ ചെയ്യുക. അങ്ങേരെ പോയി കണ്ട് പൈസ കൊടുത്ത് സൗഹൃദമൊക്കെ പങ്കെടുത്തിട്ട് അതൊരു നിഷ്ഠയായിരുന്നു. തള്ളേ വന്ന് കാണും, ആ കൂട്ടുകാരനെ പോയി കാണും. ഇതൊക്കെയായിരുന്നു ഒരു പ്രത്യേകത എന്ന് പറയുക, സ്വഭാവത്തിന് പ്രത്യേകത. അപ്പോൾ അങ്ങനെ ആ വീടൊക്കെ വാങ്ങിച്ചിട്ട് അപ്പച്ചി അങ്ങ് കൊണ്ടുപോകും, അമ്മയെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അപ്പം നിനക്കും വേണമെങ്കിൽ വരാം, ആക്കതാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നിനക്കും വേണമെങ്കിൽ വരാം, അല്ല നിന്നെയും കൂടെ കൊണ്ടുപോകല്ല, നീ ഇവിടെ വാ, അങ്ങനല്ല അണ്ണൻ പറഞ്ഞത്. നിനക്കും വേണമെങ്കിൽ വരാം, വന്നാൽ മോൻ അവിടെ ഇങ്ങനെ CA ഞാൻ ചേർക്കാം. അണ്ണൻ അവിടെ CA ചാർട്ടേഡ് അക്കൗണ്ടൊക്കെ പരിചയമുണ്ട്. നീ BCom അല്ലേ, അപ്പോൾ അവിടെ ചാർട്ടേഡ് അക്കൗണ്ട്സിക്ക് നിനക്ക് അവിടെ ചേർന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർക്കുമ്പം അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ ചിലപ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ചുറ്റുപാടിലൊക്കെ ആണെങ്കിൽ പോലും. പക്ഷേ അണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ കിട്ടുമായിരുന്ന, അണ്ണൻ്റെ അനിയനും പിന്നെ അനിയൻ്റെ മക്കൾക്കും ഇപ്പം ചില ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അല്ല അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ടാകാമായിരുന്ന ഒരു റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ കിട്ടാവുന്ന ഒരു ഉയർച്ച, ആ ഒരു അകാല വിയോഗം മൂലം ഞങ്ങൾക്കെല്ലാം തന്നെ ഒരു വലിയതും, സമൂഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കലാരംഗത്ത്, സിനിമാ രംഗത്ത് തന്നെ അതേപോലെ സിനിമ ബ്രൂസ്ലി കാണുമായിരിക്കും, അതേ സാഹസിക ചിലവ് ബ്രൂസ്ലിയെ കാണുമായിരിക്കും. ആ സാഹസികത ഇപ്പോൾ ഡ്യൂപ്പില്ലാതെ ആ സ്വഭാവത്തിൻ്റെ ഒരു കാർക്കശ്യതയാണ് കാണിക്കുന്നത്. ആ കാണിച്ചതാ താൻ തന്നെ ചെയ്യത്തുള്ളൂ. അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വിരോധമുണ്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് വീട് വാങ്ങിയതാലും സൂചിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അണ്ണൻ ഈ കല്യാണക്കാരും അണ്ണൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് അണ്ണൻ നല്ല നിറവുള്ള സ്വപ്നങ്ങൾ അണ്ണൻ ഉണ്ടായിരുന്നുള്ള, വീട് വാങ്ങിക്കാൻ തുടങ്ങുന്നു. അതുപോലെ അണ്ണൻ പറയാം, അണ്ണാ ഞാനേ പിന്നെ ഉടനെ കല്യാണം കഴിക്കും കേട്ടോ. അണ്ണൻ ഏതാണ്ടൊരു ധാരണയൊക്കെ ആയിട്ടുണ്ട്, ഒരു പെണ്ണിനെയൊക്കെ കണ്ട് വെച്ചിട്ടുണ്ട്. നല്ല സമ്പത്തൊക്കെ ഉള്ളൊരു കുട്ടിയാണ്, കാണാനൊക്കെ കൊള്ളാം.
അപ്പോൾ അത് മിക്കവാറും ഒക്കെ ഒരു ധാരണയൊക്കെ അണ്ണൻ ആയി വെച്ച്. അപ്പോൾ ആരാന്നും എന്നോട് പറയുന്നില്ല, ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് വെച്ച് അപ്പച്ചി ഒരു കാര്യം പറയുന്നത്, ഏതോ ഒരു സിനിമയായിട്ട് പേരൊക്കെ അറിയാം, അതുകൊണ്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ നായികയായിരുന്നു അന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള നായികയായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു, പക്ഷേ കൊച്ചായിരുന്നു ആൾ. അപ്പോൾ അപ്പച്ചി ഇങ്ങനെ, എടാ അങ്ങനെ ഒരു സിനിമാടി അവനെ കെട്ടണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഉണ്ട് അപ്പച്ചിയുടെ അടുത്ത് പറഞ്ഞെന്ന്, അവൾക്ക് എൻ്റെ മോടെ പ്രായം പോലും ഇല്ല, അവൾക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അതാണ് ആ പെരുമാറ്റത്തിൻ്റെ ആ സ്വഭാവത്തിൻ്റെ നിഷ്കർഷം ആലോചിക്കണം. നായികയായിട്ടൊക്കെ തൻ്റെ കൂടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ നടിയാണെങ്കിൽ പോലും തന്നേക്കാൾ ആ പ്രായ വ്യത്യാസം. കാരണം അണ്ണൻ സിനിമയിലൊക്കെ നല്ല തിളങ്ങി നിൽക്കുമ്പം അണ്ണനെ ആണ്ട് 40 അടുത്ത് പ്രായമുണ്ട്, 38, 39, 40, 41 ആ പ്രായത്തിലാണ് സിനിമയിൽ തിളങ്ങുന്നത്. അപ്പോഴും എന്താണ് 26 വയസ്സുകാരനേക്കാളും ചെറുപ്പത്തിലാണ് നമുക്ക് തോന്നുമായിരുന്നു. നല്ല നിഷ്ഠയുള്ള നല്ല ആരോഗ്യമുള്ള ബോഡിയാണ്, വളരെ സാഹസിക രംഗമൊക്കെ അണ്ണൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അണ്ണൻ പറഞ്ഞിട്ട് പോകുന്ന. പക്ഷേ പിന്നെ മരിച്ചതിന് ശേഷം നമുക്ക് ആർക്കാണ് ആ പൈസ കൊടുത്തതെന്നോ ഏത് നടിയെ അല്ലെങ്കിൽ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് പിന്നൊക്കെ നമുക്ക് അറിവില്ലാതെ പോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റും. ജയൻ സാറിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മനോദുഃഖങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള അറിവുകൾ വല്ലതും, അതേപോലെ ഇപ്പോഴുള്ള ആ വിവാദത്തെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിച്ചാൽ. ഞാൻ അണ്ണൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കുറച്ചൊക്കെ ഇൻട്രോവേർട്ട് നേച്ചറാണ്. അങ്ങനെ മനസ്സൊന്നും അങ്ങനെ ആരും തുറക്കുന്ന ഒരു പ്രകൃതിയൊന്നുമല്ല. വളരെ കാച്ചിക്കുറുക്കിയ ഒരു സംഭാഷണ ശൈലിയും അങ്ങനെ കൂടുതൽ പെട്ടെന്ന് അടുക്കുന്ന ഒരു രീതിയല്ല. അങ്ങനെ അകലം പാലിക്കുന്ന ഒരാളാണ് മിക്കവാറുമൊക്കെ, തൻ്റേതായൊരു ലോകം. അപ്പം എനിക്കൊന്ന് അപ്പച്ചിയോട് പോലും അമ്മയോട് പോലും പറയേണ്ട കാര്യങ്ങൾ മാത്രമേ അണ്ണൻ പറയുന്നുണ്ടാകത്തുള്ളൂ. ഇപ്പോൾ സൗഹൃദത്തിൻ്റെ പോലും പറയുന്നത് മാത്രമേ പറയുന്നുണ്ടാകത്തുള്ളൂ. അങ്ങനെ ചുരുക്കമാണ് അണ്ണൻ്റെ ലോകം. വളരെ ഒരു അണ്ണന് തന്നെ അറിയത്തുള്ളൂ അണ്ണൻ്റെ വിചാര ഗതികൾ എന്തോന്ന്. ഇപ്പോൾ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ പോകുന്നുള്ള കാര്യം തന്നെ ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. പക്ഷേ അച്ഛനങ്ങനെ പറയുന്ന ഒരിക്കലും ഇങ്ങനെ വലിയ അഭിമാനത്തോടൊന്നും ഏതോ ഒരു എനിക്കൊന്ന് പൂന്തേനരുവിക്കകത്താന്ന് തോന്നുന്നു, നന്ദിത ബോസിൻ്റെ ഭർത്താവായിട്ടൊരു ചെറിയൊരു രംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യകാല സിനിമകളിലൊന്നാണ് ഈ ശ്യാമോക്ഷം. ഒരു പാസിങ് പോസ്റ്റ്മാനെ കാണാൻ സിനിമയ്ക്കകത്ത് ആദ്യം ഒരു പാസിങ് സീനിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ കൊച്ചുനാളിൽ ആ നേവിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ട് സിനിമാ മോഹം ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്യാമോക്ഷത്തിനകത്ത് ചെറിയൊരു രംഗം, പൂന്തേനരുവിക്കകത്ത് ഒരു രംഗം, അങ്ങനെയൊക്കെ ആ രംഗമൊക്കെ അണ്ണനുണ്ടല്ലോ. അപ്പം ആ മോഹങ്ങളൊക്കെ കാണുമ്പോഴും അണ്ണനെ ഈ സത്യം പറഞ്ഞാൽ സെൽഫ് മെയ്ഡ് മാനാ, ആരും അണ്ണനെ വളർത്തിയതൊന്നുമല്ല. വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വന്നിട്ട് ആരോരുമില്ലാത്ത വളരെ അനാഥമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടും ദുരിതവും പ്രയാസവും ഒക്കെ അനുഭവിച്ചു വന്ന വളരെ പാവപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി. ഇപ്പം എന്നെയൊക്കെ സമയമുള്ള എനിക്ക് വീട്ടിൽ അച്ഛനൊക്കെ, പക്ഷേ നമ്മളൊക്കെ എന്തോ ആയി, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് മൊത്തം നമ്മൾ ഉപയോഗിച്ചോ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ ഉഴപ്പന്മാരാണ്, എത്ര ഉത്തരവാദിത്വമില്ലാണ് നമ്മൾ ഓരോരുത്തർ നമ്മുടെ സമയം കളയുന്നതും ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് നമ്മൾ ഇടപെട്ടുകൊണ്ട് നമ്മൾ പാഴാക്കുന്നതും ഒക്കെ നമ്മുടെ ധർമ്മം നമ്മൾ ചെയ്യാറുണ്ട്. അതിനകത്ത് ഈ അണ്ണൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അതൊക്കെ ആരും അപ്പച്ചി ഒരുപാട് മോൾഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിനകത്തും ശരീരത്തിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്തും ഒരു നല്ല ഫിസിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്തും ഒക്കെ അപ്പച്ചിയുടെ ഒരു ഇടപെടിയിലും ആ വളർത്തുന്ന ഒരു ഉണ്ട്, അതില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൽ അമ്മ വളർത്തിയ മോനാന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം അതാണ്. പക്ഷേങ്കിൽ അണ്ണന് ഇങ്ങനെ തന്നെത്താനെ അണ്ണൻ്റെ ലോകം അണ്ണൻ തന്നെ പടുത്തുയർത്തുമ്പോഴും സിനിമയിൽ അദ്ദേഹം അവസാനം അണ്ണൻ കൊള്ളൊക്കെ ചെയ്യുമ്പം ഹീസ് ദ നമ്പർ 1. അണ്ണൻ നമ്പർ 1 ആണ്, ഏറ്റവും ഉയർന്ന ആ പീഠത്തിൽ വന്നിരിക്കുകയാണ് ആ രംഗത്തിൽ, കലാരംഗത്ത്. അന്നിപ്പോൾ ഒരു സിനിമാടന്മാർ അല്ലെങ്കിൽ നടിമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്ര തിളക്കമാണ്. അമ്മക്കൊക്കെ സാധാരണ ആസ്വാദകർക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആരാധന അവരോടുള്ള. അപ്പോൾ നസീറിനെയൊക്കെ ഇപ്പോൾ അണ്ണന് പകരം വേറെ ആളിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നെങ്കിൽ ഒരു നടിയൊക്കെ കണ്ട് നമ്മൾ വളരെ ആരാധനയോട് മാത്രമേ അവരെ തൊടാൻ പോലും നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം അത് ഇപ്പോഴത്തെ തലമുറ അണ്ണനെ ഈ ഇഷ്ടം പങ്കുവെക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ആരാധിക്കുന്ന ആ തലമുറയുണ്ടല്ലോ, അണ്ണൻ്റെ ആരാധക വൃന്ദം. ലോകത്തെമ്പാടും കിടക്കുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ എൻ്റെക്കാൾ പ്രായമുള്ള 10-80 വയസ്സുള്ള ഒരു എത്രയോ ആൾക്കാർ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു വിങ്ങലോടെ തേങ്ങലോട് മാത്രമേ അണ്ണനെ ഓർക്കുന്നുള്ളെന്നുള്ള ഒരു സംഭവം. അപ്പോഴത് ആ ഒരു വിങ്ങലും തേങ്ങലും അണ്ണൻ്റെ ഒരു വാചകത്തിനകത്താണ് സൂചിപ്പിച്ചിരുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന കാര്യവും കല്യാണം കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റിട്ട്
ആ പടിഞ്ഞാറേ ജനലിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ ഇങ്ങനെ അണ്ണൻ കിടന്ന മുറിയാണ്. അത് പിന്നെ ഞാൻ അറിയുന്നത് അണ്ണൻ ആ മുറിയിലാണ് കിടന്നെന്നുള്ള കാര്യം. അപ്പോൾ ആ ജനലിങ്ങനെ പിടിച്ച് നിന്നിട്ട് എന്നോടല്ലാതെ എടാ എനിക്കാരുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അണ്ണൻ. ഈ അപ്പച്ചിയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോഴും അണ്ണൻ എന്നോട് പങ്കുവച്ചൊരു ചോദ്യമാണ്, എടാ എനിക്കാരുണ്ട്. അതൊരു പിന്നെ ഒരു തേങ്ങൽ പോലെ ഒരു തികട്ടലായിട്ട് എപ്പോഴും ഈ ചോദ്യം ഞാൻ തന്നെ അണ്ണൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. അണ്ണൻ എന്താ അങ്ങനെ? അപ്പോൾ അതിനകത്ത് ഒരുപാട് നൊമ്പരങ്ങൾ, ഇത്രയും ഹൈറ്റിൽ അണ്ണൻ നിൽക്കുമ്പോൾ പോലും സ്വകാര്യമായിട്ട് അണ്ണന് ഒരുപാട് ദുഃഖങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അണ്ണനെ മതിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അണ്ണന് ഒരു അനാഥത്വം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അമ്മയെ ഇഷ്ടമായിരുന്നു, ദൈവത്തെ പോലായിരുന്നു, അനിയനെ മകനെ പോലായിരുന്നു. യഥാർത്ഥത്തിൽ ബന്ധുക്കളെന്ന് പറയാൻ ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളിടത്തൊക്കെ ഒരു സോക്കാട് എൻ്റെ അച്ഛൻ ഉൾപ്പെടെ അങ്ങനെ ഒരു വലിയ ആത്മബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആരുമായിട്ടും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബന്ധുക്കളടുത്തൊക്കെ പോകുമായിരുന്നു, ചില ബന്ധുക്കളടുത്തൊക്കെ അങ്ങനെ പോവുകയൊക്കെ അപൂർവം ചില ബന്ധുക്കളടുത്തൊക്കെ പോകുമെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വല്യച്ഛൻ്റെ വല്യച്ഛൻ്റെ ഒരു സുമി ചേച്ചിയുണ്ട്. സുമി ചേച്ചിയുടെ വീട്ടിലെങ്ങാണ്ട് ഇങ്ങനെ പോയിട്ടുള്ള ചേച്ചി ഇങ്ങനെ പറഞ്ഞ അറിവുണ്ട്. അവിടെ ചെന്ന് തെങ്ങേ കയറി കരിക്കൊക്കെ സിനിമയിലൊക്കെ ഉള്ളപ്പോൾ തന്നെ സിനിമയിലുള്ളപ്പോൾ തന്നെ അതുകൊണ്ട് കരിമീനയുടെ ഷൂട്ടിങ്ങിനിടയ്ക്കും കണ്ട് അവിടെ ചെന്നപ്പോൾ ഉണ്ട് ചുമ്മാ തെങ്ങിൽ നിന്നപ്പോൾ ഉണ്ട് ഒരു കരിക്കിട്ട് തരുമ്പോൾ ആരുമില്ല, ഞാൻ തന്നെ കയറി ഇടാറുണ്ട്, തന്നെ വലിഞ്ഞ് കയറി തേങ്ങ ഇട്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര വലിയ ഹൈറ്റില്ലാത്ത തേങ്ങ. അപ്പോൾ അതാണ് ഈ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. തന്നെത്താനെല്ലാം അങ്ങ് ചെയ്യുക. എന്നൊക്കെ ഞാൻ വലിയ നടനാണ്, ഞാൻ താഴെ വീണ് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര നഷ്ടങ്ങൾ വരും, അങ്ങനൊരു ബോധം, ഒരു വൈരാഗ്യമാണ് അണ്ണനോട് തന്നെ ഉണ്ടായിരുന്നു എന്നെനിക്ക് ഒരു ശൂന്യതാബോധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നിരാശ ഉണ്ടായിരുന്നു, ദുഃഖം ഉണ്ടായിരുന്നു. ശരിക്കും അണ്ണൻ ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു വലിയ ഗൗരവപ്രകൃതിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. അണ്ണൻ ശരിക്കും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എപ്പോഴും മുഖത്തൊരു ഒരു മൂടിയ ദുഃഖം അണ്ണൻ്റെ ആവരണം ചെയ്തിട്ടില്ലായിരുന്നു. വീട്ടിൽ വരുമ്പോഴും അങ്ങനെ എന്നോട് വർത്തമാനം പറയുമ്പോൾ ശരിക്കും അങ്ങനെ നമ്മളിപ്പോൾ കളിച്ച് ചിരിച്ച് പറയുമ്പോൾ അണ്ണനെ കളിച്ച് ചിരിക്കാമായിരുന്നല്ലോ. കാര്യം ഭയങ്കര സമ്പന്നതയുണ്ട്, എല്ലാ ഭൗതിക സൗഭാഗ്യങ്ങളാണ് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തു, വലിയ അംഗീകാരമുണ്ട്, എത്രയോ ആരാധകരുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എൻ്റെ മുഖത്ത് അങ്ങനെ ഒരു തെളിഞ്ഞ ഒരു ചിരി ഞാൻ കണ്ടിട്ടില്ലെന്നുള്ള ആ ചോദ്യം അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഇപ്പം എനിക്കൊന്ന് ഈ സാഹസികത അത് തന്നെ തന്നോടുള്ള ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആരാണ്ടോടത്തുള്ളൊരു ദേഷ്യമൊക്കെ തന്നെയല്ലേ അതിസാഹസികയ്ക്ക് അണ്ണൻ മുതിരാൻ കാരണമായെന്നൊരു ഒരു ചോദ്യം ഞാനിപ്പോൾ എന്നോട് ചോദിക്കും. കാര്യം ഇത്രയും പ്രായം എളുപ്പം അണ്ണന് ഞാൻ 20 വയസ്സ് വ്യത്യാസമുണ്ട്. അണ്ണൻ ഇപ്പം ജീവിച്ചിരുന്നാണെങ്കിൽ അണ്ണന് 81 വയസ്സാണ്, എനിക്കിപ്പോൾ 60 വയസ്സായി. അണ്ണനൊരു 81 വയസ്സ് കണ്ടരായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ അതിസാഹസിക എന്താ ഉണ്ട്. പക്ഷേ അണ്ണൻ ഒന്ന് കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ തനിക്ക് തോന്നണം, ആർക്ക് അണ്ണന് തോന്നണമായിരുന്നു, അണ്ണനോട് ആത്മാർത്ഥമായിട്ട് എല്ലാം നിഷ്കപടമായിട്ട്, അതാണ് കണക്കൂട്ടലില്ല, സ്വാർത്ഥതയില്ലാതെ അണ്ണനെ സ്നേഹിക്കാനായിട്ട് അണ്ണനെന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ ആരെങ്കിലും കാത്തിരിക്കാൻ ഒരാൾ, ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു കാമുകിയോ അല്ലെങ്കിൽ അടുത്ത ഉറ്റ ബന്ധുക്കളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അണ്ണൻ ഈ അതിസാഹസിക അണ്ണൻ മുതിരത്തില്ലായിരുന്നു. അപ്പോൾ പല സാഹചര്യങ്ങളിൽ അണ്ണൻ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്നത്, ഒരു ക്രെയിനകത്ത് കയറി പോകുന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സിംഹമായിട്ട് അടിക്കുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മലയിൽ റോപ്പിട്ടിട്ട് കയറുന്ന, അതൊക്കെ ഒരു സിനിമയൊന്നും ചെയ്യത്തില്ലല്ലോ. തന്നെയല്ല അവരൊക്കെ സിനിമയിലെന്തോ ഡ്യൂപ്പുകളുണ്ടല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് നസീർ പോലും ഇങ്ങനെ ശാസിച്ചായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ജയ അങ്ങനെ ചെയ്യരുത്, നീ ഡ്യൂപ്പിട്ടിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പം പിന്നെ എന്തോ രംഗങ്ങൾ പല അങ്ങനെ മേളിൽ നിന്ന് എടുത്ത് ചാടുന്ന രംഗങ്ങൾ, അങ്ങനെ ചാടിയിട്ട് കാലൊടിഞ്ഞ സംഭവങ്ങൾ, സിംഹം ഇങ്ങനെയൊക്കെ നഖം കൊണ്ട് ഇങ്ങനെ മാറ്റുന്ന രംഗം, ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പം നമുക്ക് തന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അണ്ണൻ്റെ നിരാശയുടെ ഒരു ഇത് തന്നെയല്ലേ, താനൊരു ഒറ്റയനാണ്, തനിക്ക് ആരുമില്ല, അല്ല അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരുമില്ല എന്നൊരു തോന്നലിനകത്തുനിന്ന് ഉള്ളൊരു വൈരാഗ്യം, ഒരു വിരക്തത അല്ലേ അതിസാഹസികയ്ക്ക് അണ്ണനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം കോളിളക്കത്തിലെ സംഭവം. അപ്പോഴേ ഈ അണ്ണൻ ആ കോളിളക്കമൊക്കെ ചെയ്യുമ്പം ഞാൻ കേട്ടിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അണ്ണൻ എന്നോട് തന്നെ ചോദിക്കുന്നത്, എടാ എൻ്റെ റിമ്യൂണറേഷൻ എത്ര ആണെന്ന് നിനക്ക് അറിയാമെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. 75,000 രൂപ എന്ന് പറയുമ്പം അണ്ണൻ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അങ്ങനെ നിൽക്കുമല്ലേ, കത്തിജ്വലിച്ച് നിൽക്കുമല്ലേ. ഇപ്പം തന്നെ മമ്മൂട്ടിക്കൊക്കെ തന്നെ നിയറിങ് 70, മോഹൻലാൽ 60 കഴിയുന്നു,
മോഹൻലാലൊക്കെ ഇപ്പോഴും നായക വേഷത്തിൽ വളരെ നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സിനിമകളാണ് മോഹൻലാലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അണ്ണൻ 41 വയസ്സ് അന്നത്തെ സിനിമാനന്ദ സമയമുള്ള വലിയ പ്രായമല്ല. അന്ന് നസീറും സത്യനുമൊക്കെ നായക വേഷം ചെയ്യുമ്പോഴൊക്കെ അവർക്ക് നിയർലി 50 കഴിഞ്ഞവരാണ്. അപ്പം മിനിമം ഒരു 10 വർഷമെങ്കിലും അണ്ണന് വലിയ നിലയിൽ വലിയ നായക പദവിയിൽ തന്നെ ആ സിംഹാസനത്തിൽ ഇരുന്ന് അവിടെ അനിഷേധ്യനാണ്, ആരുമില്ല. പുള്ളിയെ കമ്പയർ ചെയ്യാനായിട്ട് അന്ന് കാസ്റ്റ് ചെയ്യാൻ ഒരു കുഞ്ഞുമില്ലെന്നുള്ള. സോമനൊക്കെ ഉണ്ടായിരുന്നു, സുകുമാരനുണ്ടായിരുന്നെങ്കിലും ദേ ആർ നോട്ട് ഈക്വൽ ടു ഹിം. കാര്യം പൗരുഷത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആ ഒരു ധൈര്യം, ചെറുപ്പക്കാരൻ്റെ തൻ്റെ ഇടമുള്ള ചെറുപ്പക്കാരൻ, ധൈര്യശാലിയായ ചെറുപ്പക്കാരൻ, അത് കാണിക്കാൻ അന്ന് എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ സിനിമയിൽ പോലും ആരും കാണുന്നില്ല, ബ്രൂസ്ലിയെ കാണത്തുള്ളൂ. താൻ തന്നെ ചെയ്യുന്ന വേഷങ്ങൾ താൻ തന്നെ വേണം എന്നുള്ള ആ സാഹസിക മുതലായിട്ട് ഈ ഒരു സാഹസിക മനോഭാവം യഥാർത്ഥത്തിൽ അണ്ണൻ ഉണ്ടാക്കി കൊടുത്തത് ആ ഒറ്റയാൻ എന്നുള്ള തോന്നൽ തന്നെ അല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാര്യം നമ്മളൊക്കെ നമ്മൾ എല്ലായിടത്തും ചോദിക്കണം, നമുക്കൊക്കെ നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമുക്കൊക്കെ എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒറ്റകളല്ലേ? ആരുണ്ട് നമുക്ക്? ഇത് പുള്ളിയെ വല്ലാതെ മതിച്ചിട്ടുണ്ടാവണം. താൻ ഇത്ര ഹൈറ്റിൽ നിൽക്കുമ്പോഴും. അപ്പം അതാണ് ആ ഒരു എന്തെങ്കിലും ആയിപ്പോട്ടെ, ഇനി ഞാൻ ജീവിച്ചാലെന്തോ, ജീവിച്ചില്ല, ആർക്കു വേണ്ടി ജീവിക്കണം? അപ്പോൾ ഒരു വൈരാഗ്യം തനിക്കില്ലേ? ചിലരെയൊക്കെ നമ്മൾ പറയുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ചിലരെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ നൈരാശ്യബോധവും ഈ ഒറ്റപ്പെടലും തന്നെയല്ലേ? ആ ഒരു നൈരാശ്യവും ഒറ്റപ്പെടലും അണ്ണനെ ബാധിച്ചിരുന്നോ? പക്ഷേ എന്താ അറിയുമോ, ഞാനൊരു ചോദ്യം കാരണം, ഈ അണ്ണൻ കല്യാണം കഴിച്ചു 2 കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ അണ്ണനോട് അത്ര അധികമുള്ള തന്നെ കാത്തിരിക്കുന്ന കുറച്ച് ഉറ്റവരുണ്ടെന്ന് ഒരു തോന്നൽ ആ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഈ പ്ലെയിനകത്ത് ഈ 10-100 അടി പൊക്കത്തിലോടുന്ന പ്ലെയിനകത്ത് ഒറ്റ കൈയിൽ ഇങ്ങനെ തൂന്നി കയറാനും അവിടെ കിടന്ന് സ്റ്റണ്ട് ഉണ്ടാക്കാനും അത് ഓക്കെ പറഞ്ഞിട്ട് വീണ്ടും കയറാനും ഈ സാഹസിക്ക് മുതിരുമോ? ഏതെങ്കിലും കോമൺ സെൻസ് ഉള്ള ആൾക്കാർ മുതിരുമോ? അപ്പോൾ എന്തുകൊണ്ട് മുതിർന്നു? അണ്ണനെ അറിയാവുന്നത് കാര്യം, ബേബി അണ്ണനെ അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അണ്ണൻ്റെ കഷ്ടപ്പാട്, ഒത്തിരി കഷ്ടപ്പെട്ടാൽ അവന് കല്യാണം കഴിക്കുന്നില്ല, അങ്ങനെ ആരുമായിട്ടും വലിയ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ. അണ്ണൻ അങ്ങനെ ആരുമായിട്ടും വലിയ ഇഷ്ടം അങ്ങോട്ട് തോന്നിക്കാണും ഇങ്ങോട്ടും തോന്നിക്കാണുള്ള അങ്ങനെ അണ്ണന് സ്വകാര്യ പ്രണയങ്ങളൊന്നും ഇല്ലായിരുന്നുള്ളത് യാഥാർത്ഥ്യം. ചില ഇഷ്ടങ്ങളുണ്ടായി കാണും, അത്രയേ ഉള്ളൂ. അതിന് അപ്പുറത്തൊരു പ്രണയമായിട്ടൊന്നും അണ്ണന് അങ്ങനെ ഉണ്ടായിരുന്നില്ലെന്നുള്ള ഒരു സത്യമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അണ്ണന് ലാസ്റ്റൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുള്ള ഹിന്ദി സിനിമയിൽ നിന്ന് ഇംഗ്ലീഷ് സിനിമയിൽ പോലും അണ്ണനെ കാസ്റ്റ് ചെയ്യാനായിട്ട് ആളുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നു എന്ന് കാണുമ്പം അതിനപ്പുറത്ത് അണ്ണനെ മതിച്ചിരുന്ന എന്തോ മനോദുഃഖങ്ങൾ അണ്ണനെ ബാധിച്ചിരുന്നുള്ള ഒരു തർക്കമൊന്നുമില്ല. അതാണ് അണ്ണൻ എന്നോട് ആ ചോദ്യം ചോദിച്ചത്. എടാ എനിക്ക് ആരുണ്ടെന്ന് വളരെ വിഷമത്തോടാണ് ചോദിച്ചത്. അന്നത് എൻ്റെ മനസ്സിൽ ആ ചോദ്യം ഇപ്പോഴും കിടപ്പുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഡയലോഗുകൾ ഇങ്ങനെ പലതും ഉണ്ടെങ്കിൽ പോലും അപ്പച്ചിയുടെ ഇതൊരു ഒക്കെ പറയും. എനിക്കൊന്ന് അപ്പച്ചിയോടുള്ള ഇഷ്ടമില്ലായ്മ, അത് അമ്മയോടുള്ള ആ ഇഷ്ടമില്ലായ്മ എന്നോട് പറയുന്നുണ്ട്. എടാ ഈ തള്ളയ്ക്ക് മനസ്സിലാവത്തില്ല, നിനക്കെങ്കിലും അത്. കാര്യം എൻ്റെ ആദ്യത്തതാ ഞാൻ ഇത്ര ഹൈറ്റ് വന്നപ്പോൾ എല്ലാം വൃത്തിയായി, ഈ വീടൊക്കെ മതി. അണ്ണനെന്ന് വേണേൽ കൊല്ലത്ത് 10 വീട് വാങ്ങിക്കാനുള്ള 75,000 രൂപ എന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞ 35 സെൻറ്റ് വാങ്ങിക്കാമല്ലോ, നല്ലൊരു വീട് വാങ്ങിക്കാനുള്ള ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം കൊല്ലത്ത് അങ്ങനെ നിൽക്കണമെന്ന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അതിൽ മദ്രാസി അണ്ണൻ വീട് വാങ്ങി, മഹാബലിപുരത്ത് അണ്ണൻ വീട് വാങ്ങിച്ചിട്ടുണ്ട്. ആരെ കയ്യിൽ അണ്ണൻ പൈസ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതലും അണ്ണൻ പൈസ കൊടുത്തു കാണും. ഇതൊന്നും രേഖകളില്ലാതെ പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പിന്നെ സത്യമായിട്ടുള്ള. ഒത്തിരി കാശ് കൈ കാണാണ്, 7.5 ലക്ഷം രൂപ കണ്ടാണ് മരിച്ചതിന് ശേഷം ബാങ്കിൽ കിടന്നതായിട്ട് അനിയണ്ണന് കിട്ടിയിട്ടുള്ളതെന്ന് എൻ്റെ അറിവ്. അത്രയൊന്നും ആയിരിക്കത്തില്ല. കാര്യം സാമ്പത്തികത്തിലൊക്കെ തന്നെ ഭയങ്കര അച്ചടക്കം പാലിച്ചിരുന്ന മനുഷ്യനാവും. അങ്ങനെ ദുർവ്യയം എന്ന് പറയാം, അഠ്യനായിട്ട് ജീവിക്കും, വളരെ റോയലായിട്ട്. വലിയ കാറൊക്കെ അന്ന് കാറില്ലാത്ത കാലത്ത് കാറൊക്കെ വാങ്ങിച്ച് വലിയ സുന്ദരി കാറിനകത്തൊക്കെ നടക്കും, നല്ല വേഷമൊക്കെ ആണ്. പക്ഷേ ബാക്കി എല്ലാം ഈ അച്ചടക്കവും. കാര്യം സിനിമ കയറുന്നതിനും പണ്ടും സ്വന്തമായിട്ടൊരു ഫാക്ടറി വാങ്ങിച്ചവനാണ്. അനിയൻ്റെ കൂടെ പേരിൽ നാറുകോയിൽ അണ്ണനൊരു ഫാക്ടറി വാങ്ങിച്ചിരുന്നു. നേവിയിലുള്ള ആ സമ്പാദ്യം കൊണ്ടിട്ടാണ്, അല്ലെ വേറെ എങ്ങനെ വരുമാനമില്ലല്ലോ, ഭൂസ്വത്തൊന്നും വിൽക്കാനൊന്നും ഇല്ലല്ലോ. ആ സമ്പാദ്യം കൊണ്ടിട്ട് അണ്ണപ്പോൾ അത് കണ്ടുപിടിക്കണ്ട. ആ സാമ്പത്തിക അച്ചടക്കം, അതിൽ സ്വഭാവത്തിനകത്തുള്ള ആ ഒരു കൻഷത, ആ ഒരു ഗൗരവം. അണ്ണൻ്റെ സിഗരറ്റ് വലിക്കുകയോ ഒരു മദ്യപാനിയൊന്നും ആയിരുന്നില്ല. ആ ക്യാരക്ടർ അതാണ് അണ്ണൻ്റെ ആ സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ. അപ്പം ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പം ചിലരൊക്കെ ആ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും കൂടെ ഞാൻ അണ്ണൻ്റെ സ്വഭാവത്തെ പരിശോധിച്ച് ശേഷം ഞാൻ അതുകൂടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലർ ഇപ്പം ഒരു മകനായിട്ട് അണ്ണൻ്റെ മകനാന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്, ചിലർ പിന്നെ സഹോദരിയാന്ന് ഒക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ മകളാന്നൊക്കെ ഉണ്ട്. എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാര്യം ഞാനറിയുന്ന ബേബി അണ്ണൻ
ഞാനിപ്പോൾ നേരത്തെ വരച്ചു കാട്ടിയ ബേബിയണ്ണനായിരുന്നു. ആ സ്വഭാവത്തിനുള്ള കാർക്കശ്യം, ആൾക്കാരോട്ട് അടുക്കാനുള്ള വിമുഖത, വലിയ സിനിമാ നടിമാർ തന്നെ പ്രേമാഭ്യർത്ഥനയായിട്ട് പുറകെ വന്നിട്ട് അവർക്ക് എന്നെ മോടെ പ്രായം പോലും ഇല്ലെന്ന് എന്നെ അപ്പച്ചി പറഞ്ഞിട്ടുള്ളൊരു അറിവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എടാ പിന്നെ ഞാൻ ചിലപ്പോഴും ഇവിടെയൊക്കെ വരുമ്പോഴേ പിന്നെ എൻ്റെ കൂടെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കാണും, നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം നിനക്കില്ല കേട്ടോ, നീ പഠിക്കാൻ വന്നത് ഇത് പഠിച്ചോണം, നീ അതൊന്നും ശ്രദ്ധിക്കരുത്. അണ്ണൻ അങ്ങനെ ആരെയും കൊണ്ടുവന്നില്ല, ആ രസം. പക്ഷേ എങ്കിലും വേണ്ടല്ല, എൻ്റെ കൂടെ ചിലപ്പോൾ ആരെങ്കിലും കാണും, നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അങ്ങനെ പോലും നമ്മുടെ അടുത്തുള്ള ഒരു കണിഷ്ഠത കാണിക്കുന്ന ഒരാൾ സ്വന്തം അന്യനെ വിറപ്പിച്ച് നിർത്തണമെങ്കിൽ സിഗരറ്റ് വലിച്ചതിനെക്കുറിച്ച് വിറപ്പിച്ച് നിർത്തുകയാണ്. നീ എന്താണ് അങ്ങനെ പൈസ കൊണ്ട് ചിലവാക്കുന്നതിനെക്കുറിച്ച് അണ്ണനെ വിരട്ടുകയാണ്, അന്യാണെന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരാൾ അങ്ങനെ പറയണമെങ്കിൽ ആ രാധാഭാസു വലിയ റാഡോ വാച്ച് അണ്ണ പോയതിന് ശേഷം ആ വാച്ച് ഇങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല സംഭവം. അവരിങ്ങനെ ഒരു വാച്ച് അയക്കുന്നുണ്ട്, ഒരു ആരാധിക അണ്ണൻ്റെ മുമ്പിൽ താമസിച്ചുകൊണ്ടിരുന്ന രാധാഭാസുള്ള അവർ ഒരു വാച്ച് ഇങ്ങനെ ഒരു സമ്മാനമായിട്ട് അണ്ണൻ ഒരിക്കലും അയക്കുന്നുണ്ട്. ഒരു കത്തും വരുന്നുണ്ട്, ഫോറും കത്താ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അപ്പച്ചിയുടെ അടുത്ത് പറഞ്ഞു, അപ്പച്ചി ഒരു അണ്ണൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, കത്തും വന്നിട്ടുണ്ട്, അപ്പം നീ ആരെയാന്ന് നോക്കുക. അപ്പം ഞാൻ പറയാം, ചേച്ചി അപ്പച്ചി അത് രാധാഭാസാണ്. അതെ, അത് നമ്മുടെ ഓപ്പോസിറ്റ് താമസിച്ചുകൊണ്ടിരുന്ന അവൾ അവളിവിടെ ഉണ്ടായിരുന്നു, അവൾ ഒരു നമ്പൂതിരിയാണ് എല്ലാം കഴിച്ചുകൊണ്ട് പോയത്. അപ്പച്ചി പറഞ്ഞ അവർ സിയക്കാരനാണ്, അവൾ ഇപ്പോൾ ഗൾഫിലാണ്. ഇവിടെ പിള്ളേരുമായിട്ടൊക്കെ പിള്ളേരെയൊക്കെ അറിയാം. അപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ അണ്ണൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ പാഴ്സൽ കൊണ്ട് കൊടുക്കുക. അണ്ണതാണ്ട് ഒരു പാഴ്സൽ ഇങ്ങനെ വന്ന് അണ്ണന് കത്തും ഇങ്ങനെ വന്നെന്ന് പറഞ്ഞു. എന്തുവാണെന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. ഈ ചാഞ്ചല്യമുള്ള ഒരാൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഞരമ്പ് രോഗമുള്ള, ഞരമ്പ് രോഗിയല്ല പോട്ടെ, ഈ എന്തെങ്കിലും ഒരു ചെറുപ്പക്കാരെന്നുള്ള രീതിയിലുള്ള ഒരു കൗതുകം, അല്ലെങ്കിൽ രാധാഭാസിനോട് അതിസുന്ദരിയെ ഞാൻ കേട്ടിട്ടുണ്ട്, അവരോട് എന്തെങ്കിലും ചെറുപ്പക്കാർ സഹജമായിട്ടുള്ള എന്തെങ്കിലും ഒരു അടുപ്പം ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനവിടെ എന്നെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അപ്പച്ചയും പഠിക്കേണ്ട കാര്യമില്ലല്ലോ, അണ്ണൻ്റെ മനസ്സാണെന്ന് തുറക്കാമല്ലോ. ഇന്ത്യയുടെ ഇനി കൊണ്ടുപോവാ നോക്കട്ടെ, ആരായച്ചു എന്തുവാ നോക്കട്ടെ. അതാണ് ആ നിർമ്മമത്വം. എന്തുവാന്ന് പോലും തിരിഞ്ഞു നോക്കാണെന്ന് എന്തിലെന്നുള്ള ശരി മറുപടി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പിന്നെ അണ്ണൻ പോയതിന് ശേഷം പിന്നെ അടുത്ത ദിവസമാണ് അപ്പച്ചി പറഞ്ഞു, എടാ ഒന്ന് പൊട്ടിച്ച് നോക്കടാ എന്തുവാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പൊട്ടിച്ചപ്പോൾ എന്തുവാണ്, നല്ല സുന്ദരമായ റാഡോ വാച്ച്. അന്നാ ഞാൻ ആദ്യം ഈ റാഡോ വാച്ച് ഗോൾഡ് കവറിങ് ഉള്ള രാധാഭാസ് ഇപ്പോഴും ജീവിച്ചിട്ട് ഇത് കാണണം അവർ ഇപ്പോഴും ഉണ്ടെങ്കിൽ. കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് 19 വയസ്സ് കാണും. രാധാഭാസ് എന്ന അവരുടെ പേര് ഓർമ്മയുണ്ട്, ആ പേര് പോലും എനിക്ക് ഓർമ്മയുണ്ട്. കത്തയച്ചു, കത്തിനെ അയച്ച് ബേബി അണ്ണന് ഇങ്ങനെയാണ് കത്തെഴുതിയേക്കുന്നത്, ജയൻ നല്ല എഴുതിയേക്കുന്നത്. ബേബി അണ്ണനെ ഞങ്ങൾ അവരും അങ്ങനെ സംഭവം ചെയ്തേക്കുന്നത്. ബേബി അണ്ണന് ഞാനൊരു ഇതോടൊപ്പം ഒരു സമ്മാനം അണ്ണനെ അയക്കുന്നു. അണ്ണൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ട്, ഇവിടെയൊക്കെ അണ്ണനെക്കുറിച്ച് ഭയങ്കര മതിപ്പാണ്, ആൾക്കാരങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പം ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന വ്യക്തിയാണ് അണ്ണൻ എന്ന് ഞാൻ വലിയ അഭിമാനത്തോടെ പറയും. അപ്പം അണ്ണൻ്റെ വിശേഷങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ എന്നോട് ഗൾഫിൽ ചോദിക്കാറുണ്ട്. അപ്പം ഇതോടൊപ്പം അണ്ണന് ഒരു സമ്മാനം അയക്കുന്നു, ദാസേട്ടൻ്റെ അന്വേഷണം അറിയിക്കാം, അന്വേഷണം അറിയിക്കുന്നു. ഇത്രയേ ഉള്ളൂ വാചകം, അതിനകത്ത് അനാവശ്യം ഒരു വാക്കുപോലും ഇല്ല. രാധാഭാസ് ഒപ്പിട്ടു, ഇങ്ങനെ ഇതുള്ള ഒപ്പ് ഇങ്ങനെ അണ്ണന് ഇട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയുള്ള അതാണ് സ്വഭാവത്തിൻ്റെ കാർക്കശ്യം എന്ന് പറയുന്നതാണ്. അങ്ങനെ അതിസുന്ദരിയായൊരു ലേഡി, അണ്ണൻ്റെ സമപ്രായക്കാരി അല്ലെങ്കിൽ കുറച്ച് ഇളയതായിട്ടുള്ള ഒരു ലേഡി ഇങ്ങനൊരു സമ്മാനം വഹിക്കുമ്പം ഈ പറയുന്ന സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഈ പറയുന്ന അങ്ങനെ വിടനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയേനായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കഷ്ടമാണ് അങ്ങനെ ആ മനുഷ്യനെക്കുറിച്ച് ഈ അപവാദ പ്രേരണം നടത്തുന്നവർ, വളരെ കഷ്ടമാണ്. അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കലാരംഗത്ത് നമ്മൾ കാണുന്നതൊന്നുമല്ല. കലാരംഗത്ത് ചിലപ്പോൾ തട്ടിമുട്ടിയൊക്കെ കിടക്കുമ്പോഴും കലവും ചട്ടിയും തട്ടിമുട്ടി ചിലപ്പോൾ ഒക്കെ ഉണ്ടാവുമായിരിക്കും, അത് നമ്മൾ പറയുന്ന, പക്ഷെ നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ നല്ല ബുദ്ധിയുള്ള നല്ല ജീനിയസുള്ള അതിസുന്ദരന്മാരും സുന്ദരിമാരും നല്ല ജീനിയസുകളും ഭരിക്കുന്ന രംഗമാണ് കലാരംഗം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി. അവിടെ സ്വഭാവത്തിനകത്ത് ദൂഷ്യമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അണ്ണനെ പോലെ വളരെ സാധാരണപ്പെട്ട വളരെ പാവപ്പെട്ട നിലവാരത്തിൽ നിന്നൊരു മനുഷ്യന് ആ ഹൈറ്റിലെത്താൻ പറ്റുമെന്ന്. സോ അതൊരു ബ്ലേറ്റൻറ്റ് ലൈ ആണ്. ആ പറഞ്ഞത് ഏറ്റവും വലിയ അപവാദമാണ്, ഏറ്റവും വലിയ നഷ്ടമാണ് അങ്ങനെ അണ്ണനെക്കുറിച്ച് പറയുന്നത്. ദൈവം പോലും പൊറുക്കത്തില്ല അങ്ങനെ അണ്ണനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എനിക്ക് ഉറപ്പാണ്, ആ അണ്ണനെ പഠിച്ചിടത്തോളം അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അറിയുന്ന ബേബി അണ്ണെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. അണ്ണനെക്കുറിച്ച് അങ്ങനെ അടുത്തുള്ള ഒരാളുകൾ പോലും ഒരനാവശ്യം പറഞ്ഞു ഞാൻ അണ്ണനെ അവിടെ ഒന്നാമത് കൊല്ലത്ത് തങ്ങണ്ടേ, പുള്ളി
തള്ളയപ്പ് പോലും ഒരു നിഴൽ പോലെ, ഒരു മിന്നായം പോലെ വന്നു പോകുന്ന ഈ മനുഷ്യൻ, വളരെ തിരക്കുള്ളൊരു മനുഷ്യൻ, ജീവിതത്തിൽ വളരെ കർക്കശമായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ, ഒരു പൈസ പോലും അനാവശ്യമായിട്ട് കളയാത്തൊരു മനുഷ്യൻ, നേവിയിൽ നിന്ന് ഒരു കൊച്ചു ശമ്പളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു ഫാക്ടറി വാങ്ങിക്കുന്ന മനുഷ്യൻ. തന്നെയല്ല, അണ്ണന് സൗഹൃദങ്ങളെന്ന് പറഞ്ഞാൽ അണ്ണനേക്കാൾ വളരെ ഉയർന്ന വ്യക്തിത്വങ്ങളുമായിട്ടാണ് അണ്ണൻ സൗഹൃദങ്ങൾ. കാര്യം അന്ന് മറ്റേ രവിമലയുടെ അനിയനുമായിട്ടാണ് ചെറുപ്പകാലത്ത് തൻ്റെ കമ്പനി. അന്ന് കൊല്ലത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ് രവിമല, ബാബുലാൽ പറഞ്ഞത്. അങ്ങനെ വലിയ ഉന്നത ശീർഷന്മാരുമായിട്ടാണ് അണ്ണൻ്റെ കമ്പനി പോലും എന്നുള്ളതാണ്. ജോലിയിൽ ഈ കൊച്ചിയിലൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ എന്തോ ഒരു കളക്ടറുമായിട്ടൊക്കെ സൗഹൃദമായിരുന്നെന്നോ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അണ്ണനെ വലിയ ഇഷ്ടമായിരുന്നോ, എന്നിട്ട് അവരാവശ്യപ്പെട്ടത് ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് വേണം പോയിട്ട് പാട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പോലും എന്താണ് അകലം പാലിക്കേണ്ടടുത്ത് ഭയങ്കര അകലം പാലിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ ഈ ക്ലെയിം ചെയ്യുന്നോണം അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഇല്ല. 150% സത്യമാണ്. അങ്ങനെ ആ മനുഷ്യന് ഇല്ല. അങ്ങനെ അണ്ണനൊരു ഒരു ഒരു സന്തതിയൊന്നും ഒരിക്കലും നോ 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 അങ്ങനെ ഇല്ല. വേറെ അങ്ങനെയാണ് എത്രയോ സുന്ദരിമാർ, എത്രയോ ഉയർന്ന ഒരാൾ പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ളവർ 74 അണ്ണൻ സിനിമയിൽ ആദ്യത്തെ പോസ്റ്റ്മാനെ കാണുന്ന സിനിമയിൽ അണ്ണൻ വേഷമാണ്. അല്ല തന്നെയല്ല, അതിസുന്ദരനാണ്, കഷണ്ടിയായിരുന്ന ആൾ കഷണ്ടിയായിരുന്നു. ആ രസം 5 അടി 9 ഇഞ്ച് ഒക്കെ ഉള്ളെങ്കിൽ പോലും ആ മുടിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഷ്ണം നമുക്ക് തോന്നത്തേയില്ല. മനസ്സിലായി? അപ്പോൾ എത്ര പേര് ചിലപ്പോൾ ഈ മനുഷ്യനെ ഒന്ന് കാണാനായിട്ട്, സൗഹൃദം പങ്കിടാനായിട്ട്, ഇഷ്ടം പങ്കിടാൻ, അല്ലെങ്കിൽ തൻ്റെ കാമുകനായിട്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എത്ര ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ പിന്നെ ആഗ്രഹിച്ചുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് അടുത്തുള്ള കുറച്ച് തന്നെയല്ല. എണ്ണൻ വന്നാൽ അണ്ണൻ നേവിയിൽ നിന്ന് റിട്ടേൺ ചെയ്ത ശേഷം അണ്ണൻ കൊച്ചിൻ ടൂറിസം കൊല്ലത്ത് എറണാകുളത്തല്ല. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, അടുത്ത സൗഹൃദങ്ങളുണ്ടല്ലോ. അവിടുന്ന് വല്ലപ്പോഴും ഈ അമ്മയെ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, കൊല്ലത്തോട്ട് വരുന്നത്, അല്ലെ അനിയനുമായിട്ട് ഇപ്പം പങ്കെടുക്കാൻ. ഇവിടെ വന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണ്ടേ പിന്നെ മിണ്ടിയിട്ട് വേണ്ടേ ഇഷ്ടമായിട്ട് വേണ്ടേ പിന്നെ എന്താ ഒരു പ്രേമമൊക്കെ ആവാൻ, പ്രേമം കഴിഞ്ഞിട്ട് വേണ്ടേ പ്രണയമാവാൻ, പിന്നെ വേണ്ടേ സന്താന വല്ലതിയൊക്കെ പുഷ്പിക്കാൻ. എന്ത് കള്ളമാണ് പറയുന്നത്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മളൊക്കെ ജീവിച്ചവരല്ലേ. ചുമ്മാ അങ്ങ് വെറുതെ അങ്ങ് ഇഷ്ടം തോന്നുമോ? കാണുന്നവർക്ക് അങ്ങ് ഇഷ്ടം. അതെന്താ അങ്ങനെയുള്ളൊരു കോമാളിയായിരുന്നു, അല്ലെ അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് വേറെ വിത്ത് കാളയോ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അണ്ണൻ? നോ ഒരിക്കലും അങ്ങനൊരു സംഭവം ഇല്ലെന്നുള്ള, അത് പച്ചക്കള്ളമാണ് അങ്ങനെയുള്ള വിവാദങ്ങൾ എന്നുള്ള. പിന്നെ വേറെ വല്ലതുമൊക്കെ ആവാം. അണ്ണനാണെന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാനൊക്കെ ഒക്കത്തില്ല. അണ്ണനല്ല എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവുമില്ല. കാര്യം അണ്ണനെ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അമ്മ, പിന്നെ അത് കഴിഞ്ഞ് അനിയൻ, തീർന്നു, ബന്ധം തീർന്നു. അതായിരുന്നു ആ മനുഷ്യൻ. ഞാൻ പറയാം, എൻ്റെ അച്ഛന് അണ്ണൻ്റെ ബാല്യകാലത്ത്, ചെറുപ്പകാലത്ത്, ദാരിദ്ര്യകാലത്ത് അപ്പച്ചിയൊക്കെ ഒരുപാട് സഹായിച്ചുള്ളൂ. അപ്പച്ചി എത്രയോ സമയങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം അണ്ണന് വന്നിട്ട് വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. അച്ഛൻ്റെ മുമ്പിൽ ശരിക്കും അണ്ണൻ ഇരുന്നിട്ടില്ല, അത്ര ഗുരുത്വമായിരുന്നു. അച്ഛൻ്റെ മുമ്പിൽ അണ്ണൻ വന്നിട്ട് അച്ഛൻ്റെ ചാരുകസേര കിടക്കുമ്പം, എടാ ബേബി ആ മീൻ്റെ ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വന്നതിന് ശേഷം, മരണത്തിന് മുമ്പിലുള്ള ഗ്യാപ്പിൽ 80-ന് ശേഷം പിന്നെ ആ സമയത്ത് അണ്ണന് 80 കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിലൊക്കെ അവിടുന്ന് വിട്ടു പോരുന്നു. പിന്നെ അതിനിടയ്ക്ക് അണ്ണൻ നവംബറിലാണ് മരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ അണ്ണൻ വീട്ടിൽ വരുന്നുണ്ട്. അന്ന് അപ്പച്ചി ഇതുപോലെ വീട്ടിൽ വന്ന് വീട്ടിലെ പട്ടി, വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി അപ്പച്ചി എങ്ങാണ്ട് സന്ധ്യയ്ക്ക് എങ്ങാണ്ട് പടിയിലോട്ട് ഇറങ്ങിയപ്പം കയറി കാലിനെ കണ്ട് അപ്പോൾ ചെറിയൊരു മുറിവുണ്ടായിരുന്നു അപ്പച്ചിക്ക്. അപ്പോൾ അപ്പച്ചി അങ്ങനെ മുറിവുണങ്ങാനായിട്ടൊക്കെ, പിന്നെ തന്നെ ഈ ആങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ വീട്ടിലൊരു മാസത്തോളം അങ്ങനെ അങ്ങ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അപ്പച്ചി ഇങ്ങനെ വീട്ടിൽ വരുന്നുണ്ട്, വീട്ടിൽ വന്ന് നിൽപ്പുണ്ട്. ആ സമയത്ത് അണ്ണൻ വന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കാറിനകത്ത് തന്നെ നീ കയറി 137 കാറിനകത്ത് അണ്ണൻ ഇങ്ങനെ വന്നിട്ട്, അന്ന് വന്നത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന വേഷത്തിലും കണ്ടാൽ വന്നെന്ന് തോന്നുന്നു. അപ്പം കണ്ട് വീട്ടിൽ അവിടെ കൊല്ലത്ത് പോയപ്പോൾ കാണാഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നതാണ്. ഒരു ഡയമണ്ട് പിന്നെ ഉള്ള ഒരു മഞ്ഞ കളം, മഞ്ഞയും കറുപ്പുമായിട്ടുള്ള ടീഷർട്ടും ഇട്ടുകൊണ്ട് ഒരു പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ വീട്ടിൽ വന്നിട്ട് അപ്പോഴും വന്നിട്ട് അന്ന് എറമ്പേലാണ് അണ്ണൻ വന്നിരിക്കുന്നത്. വീട്ടിൽ വന്നിട്ട് എറമ്പേൽ. അപ്പോൾ അച്ഛനവിടെ ഇങ്ങനെ ചാരുകസയിൽ കിടക്കുക. എടാ ബേബി, എടാ ഇരിയടാ, നീ അത്തോട്ട് വാ, ഇനി കയറി ഇരി. ഇല്ല മാമ, ഞാനിവിടെ നിന്നോളാം. അത് കൃത്രിമമല്ലത്, തൻ്റെ ഭാവമാണത്. ഇല്ല മാമ, ഞാനിവിടെ നിന്നോളാം. ആ തറയിൽ തന്നെ എന്നെങ്കിൽ ഞാൻ വലിയ സിനിമാടനാ, എനിക്ക് വലിയ പവൻ പൊന്നു വെച്ച കസേര നോനോ, ആ താഴെ വന്നിരുന്നുള്ള, എറമ്പേ വന്നിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോഴുണ്ട് അപ്പോൾ ഉള്ളൊരു സംഭവം കൂടെ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ചേച്ചി എങ്ങാണ്ട് യാത്ര പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുക. എൻ്റെ മൂത്ത ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചിക്ക് മോളുണ്ട്.
മൂത്ത മോള് വലിയ. അപ്പോൾ അവൾ കാലയിൽ ഈ സോക്സ് ഇട്ട് കൊടുക്കാനായിട്ട് ചേച്ചി ശ്രമിക്കുമ്പോൾ ഈ കുഞ്ഞ് കരയുന്നുണ്ട്. അവൾ ചേച്ചി ഇടുന്നത് ശരിയായി ധൃതി വെച്ച് കാട്ടി ഇടുമ്പോഴാണ്. അപ്പോൾ അത് ഇട്ട് അപ്പോൾ അണ്ണനൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പച്ചിയായിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. അവിടെ കുറച്ച് അപ്പോൾ അന്നേല്ലേ അപ്പോൾ ഇങ്ങനെ ഇരിക്കുക ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ അവിടെ ഡേയ് ഇങ്ങ് കൊണ്ടുപോ, കൊച്ചിനെ ഞാൻ കൊണ്ടുപോ. അപ്പോൾ അങ്ങനെ കൊണ്ട് എഴുതുന്നു. നീ എന്തിനാണ് കുഞ്ഞിനെ കരയിപ്പിക്കുന്നത്, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അണ്ണൻ്റെ അടുത്തോട്ട് കുഞ്ഞിനെ കൊണ്ട് ചേച്ചി ചെല്ലുമ്പോൾ എന്നിട്ട് ഈ സോക്സ് നമ്മളൊക്കെ ഇങ്ങനെ വലിച്ചു കയറ്റി സോക്സ് ഇങ്ങനെ ഇടുകയല്ലേ, ഈ സോക്സ് അണ്ണനങ്ങ് ചുരുട്ടി ഇങ്ങനെ ഉരുളയാക്കി റോളാക്കിയിട്ട് കുഞ്ഞിൻ്റെ കാലിൽ അങ്ങോട്ട് തൊടുത്തിട്ട് ഇങ്ങനെ റോളിങ്ങനെ ചുരുട്ടി എങ്ങ് അണ്ണൻ കയറ്റുക. അങ്ങനെ സത്യം പറയാം അന്ന് ഞാൻ സോക്സ് ഇടാൻ അണ്ണൻ്റെ കയ്യിലാണ് ഞാൻ പഠിച്ചെന്ന്. അങ്ങനെ രണ്ട് കാലിൽ ഇങ്ങനെ വേണം സോക്സ് ഇടാൻ ചേച്ചി പഠിച്ചു. നിനക്ക് നീ എന്തോടി ഇത്രയൊക്കെ വളർന്നില്ലയോ, കൊച്ചുങ്ങളെ വളർത്തുന്നത് എന്നൊരു ഡയലോഗും പറയും എന്ന് പറയും. പിന്നെ കുഞ്ഞുങ്ങളെ കലവ് കഴിച്ചിട്ടില്ല. അതാണ് ആ പുള്ളി, മനസ്സിലായില്ലേ. അപ്പം ഈ കൊല്ലത്ത് അവിടെ അപ്പച്ചിയുടെ പിന്നെ സുമിച്ചേരെ പിടിച്ചിട്ടുണ്ട് ഈ തെങ്ങേ കയറുന്നൊക്കെ പറയത്തില്ലേ. എന്നെങ്കിൽ അവർക്കൊന്നും പിന്നെ മച്ചമ്പിമാരാ. എൻ്റെ ചേച്ചിയും മച്ചമ്പിയാണ്, പിന്നെ സുമി ചേച്ചിയും മച്ചമ്പിയാണ്. പക്ഷേ മച്ചമ്പിയടുത്ത് ഒരു മച്ചമ്പി പെണ്ണുങ്ങൾ പോലും തന്നെ പറയത്തില്ല. ബേബിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. അത് വളരെ ഗൗരവമുള്ള, മിണ്ടാൻ പോലും പറ്റത്തില്ലല്ലോ. അവസാനം ഞാൻ പറയാം കാച്ചിക്കൂർക്കെ വാക്കുകളാന്ന് പറഞ്ഞാൽ വേണ്ട. നിങ്ങളിപ്പം ആ ഒരു വിഭാഗത്തെക്കുറിച്ച് ജയഭാരതി മച്ചമ്പി ആയിരുന്നല്ലോ. ജയഭാരതി മച്ചമ്പി അല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഭാരതിയാണ് അണ്ണൻ്റെ സിനിമാ രംഗത്തിലേക്കുള്ള തോള് താഴ്ത്തി കൊടുത്തത്. തൻ്റെ തോളാണ് താഴ്ത്തി കൊടുത്തത് ഭാരതിയാണ്. അത് അണ്ണൻ പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കറിയാതെ. ഞാൻ പറഞ്ഞത് ആദ്യം 1-2 ഈ സിനിമയെന്ന് പറഞ്ഞാൽ ലോകമെന്ന് പറഞ്ഞത് ഒരു വലിയൊരു ലോകമാണ്. അവിടെ ഒരു സാധാരണക്കാരന് കയറി പറ്റുന്ന എളുപ്പമല്ല. നല്ല കഴിവുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് നക്ഷത്രമായിട്ട് തിളങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ ആദ്യം കൊച്ചു വേഷം ഞാൻ പറഞ്ഞു നന്ദിബസിൻ്റെ ഒരു ഭർത്താവായിട്ടുള്ള ഞാൻ ആ സിനിമ കണ്ട. പിന്നെ കുഞ്ഞു വേഷങ്ങളിൽ നിന്ന് അണ്ണനിങ്ങനെ ഒതുങ്ങിപ്പോയനായിരുന്നു. അപ്പോഴെങ്ങനെയോ ഈ ഭാരതിയെ പരിചയപ്പെടുന്നുണ്ട്. ജയഭാരതിയെ പരിചയപ്പെട്ടിട്ട് ഭാരതിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു അകന്ന വകയിൽ ഞങ്ങളുടെ ഒരു അമ്മാവനായിട്ട് വരും, ശങ്കരപ്പിള്ള. അതേ റെയിൽവേയിലായിരുന്നു. അമ്മയുടെ പേര് സൂസിന്നോ ഗ്രേസി അങ്ങനെ കണ്ട, അമ്മയുടെ തങ്കമെന്നോ അങ്ങനെ കണ്ട ഒരു പേരെന്തോ തങ്കമ്മയെന്നും കണ്ടാന്ന് തോന്നുന്നു പേര്. അത് കണ്ണന് നല്ലോണം നടക്കും. കണ്ണനെ പോയിട്ട് കണ്ണന് കൃത്യമായിട്ട് കണ്ണൻ നായർ എന്നുവെച്ചാൽ അനിയണ്ണൻ്റെ ബേബി അണ്ണൻ്റെ അനിയൻ്റെ മൂത്ത മകൻ കണ്ണൻ. അവന് കുറച്ച് ഡീറ്റെയിൽസ് കണ്ണനെ കുറിച്ച് എടുത്തിട്ടുണ്ട്. അവനെ ഈ ജീവിക്കുന്ന തന്നെ അണ്ണന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അവന് അറിയാം. അപ്പോൾ ഈ ഭാരതി ആണ് പഞ്ചമി എന്നുള്ള സിനിമ. ആ സിനിമ അതാണ്. പഞ്ചമി എന്നുള്ള സിനിമയിൽ തൻ്റെ അച്ഛനെ വന്ന് ഇന്ന് ശങ്കരപ്പിള്ള അമ്മാവൻ ജയഭാരതി അച്ഛനാണെന്നും അങ്ങനെ അച്ഛനെ കൊണ്ടുവന്ന് കൊല്ലത്ത് വന്ന് ഭാരതിയെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഭാരതിയെ കൊണ്ടുവന്നുള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാരതിക്ക് അറിയത്തില്ലേ? വേണ്ട, ഈ സീമയുമായിട്ട് ഐവി ശശിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദമല്ലേ. പ്രേം നസീർ തൻ്റെ രക്ഷകനെ പോലായിരുന്നു അണ്ണന് മനസ്സ്. അണ്ണൻ ഏറ്റവും കൂടുതൽ തുറക്കുന്ന നസീറിന് അറിയത്തില്ലേ? തന്നെയല്ല ഇതിന് സമയമുണ്ടോ എൻ്റെ പൊന്നെ? ഇത്രയും തിരക്ക് പിടിച്ച് ഈ സമ്പത്തുണ്ടാക്കുന്ന അണ്ണന് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ടായിരുന്നു. സിനിമയിൽ കയറുന്നതിന് മുമ്പാണ് എക്സ്പോർട്ട് ലൈസൻസ്. അപ്പോൾ ഇങ്ങനെ തിരക്കുള്ള ഒരാൾ ഈ കുഞ്ഞ് കാര്യത്തിനകത്ത് ശ്രദ്ധ വരുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരുപാട് ഡൗട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു വിഷയാസക്തനൊന്നും അല്ല. ഒരിക്കലും നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് എങ്ങനെ പറ്റുമായിരിക്കും, അങ്ങനെ ഉഴപ്പന്മാർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്ക്. ഇത് വളരെ ഉത്തരവാദിത്വമായിട്ട് ജീവിച്ച മനുഷ്യനല്ലേ. അത് ജീവിതം മൊത്തം തനിക്ക് വളരെ ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, ഗാഡിയൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അങ്ങനെ നിന്നുകൊണ്ട് നേതൃത്വത്തിൽ നിന്ന് ഒരു നേതൃത്വ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നൊരു മനുഷ്യനെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? അതിനുള്ള സാഹചര്യം വേണ്ട. അതാ പറഞ്ഞത് എറണാകുളത്ത് നിന്ന് എപ്പോഴാണ് അദ്ദേഹം കൊല്ലത്ത് വന്നിട്ടുള്ളത്? എറണാകുളം തന്നെ അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവാസ കേന്ദ്രം. കൊച്ചിൻ ടൂറിസ്റ്റ് സിനിമ നേവിയിൽ റിട്ടയർ ചെയ്തിട്ട് പോലും ആ പുള്ളി എപ്പോഴാണ് 10-32 വയസ്സ് റിട്ടയർ ചെയ്യുന്നു. അപ്പോഴും അണ്ണന് ഈ താല്പര്യം കൊണ്ട് കൊല്ലത്തങ്ങ് വന്നാ പറയുന്നത്. തന്നെയല്ല, കൊല്ലത്ത് ആരെടുത്താണ് വരുന്നത്? പുലിയുടെ മടയിലോട്ടാണ് വരുന്നത് അണ്ണൻ. സ്വന്തം തള്ളയെടുത്തട്ടാ. ഈ വലിയ നടനായിട്ട് പോലും ഈ അപ്പച്ചിയുടെ സ്വഭാവത്തിന് അപ്പച്ചി മാറിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പച്ചിയുടെ സ്വഭാവത്തിന് അപ്പച്ചി മാറിയിട്ടില്ല. അണ്ണൻ്റെ ഇഷ്ടത്തിനൊന്നും അപ്പച്ചിയെ കിട്ടുന്നില്ല. അപ്പോഴും എന്നെ എനിക്കറിയാം. അവിടെ നിർത്ത് ഒരു പെണ്ണുങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തോടി എന്തുവാ ഇവിടെ അങ്ങോട്ട് പോകുന്നു? ഇവിടെ ഒരു കൊച്ചനുള്ള കേട്ടോ, പോ നിന്നെ കാണാം. ഇത് പറയുന്ന അപ്പച്ചി. അപ്പോൾ സ്വന്തം മക്കളുടെ എങ്ങനെ ആയിരിക്കും? ഇവിടെ ഒരു പെണ്ണുങ്ങളെ അങ്ങോട്ട് കയറത്തില്ലായിരുന്നു അപ്പച്ചി. മനസ്സിലായി? അത്ര കാർക്കശ്യക്കാരിയാണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ മൂത്ത മോനെ ഈ വരച്ച വരയിൽ നിർത്തി വളർത്തിയതാണ്. അതാണ് എൻ്റെ വാക്ക്, യഥാർത്ഥ വാക്കാണ്. വരച്ച വരയിലാണ് അപ്പച്ചി നിർത്തി വളർത്തിയിട്ടുള്ളത്. ഈ അപ്പച്ചി പറഞ്ഞൊരു ആ ഓർമ്മ വരും എനിക്ക്. ആ വാക്ക് അത് തന്നെ ആയിരുന്നു.
മനസ്സിലായോ? അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വിടുക, കയറൂരി നീ അങ്ങ് പോയിട്ട് ചിലപ്പോൾ അണ്ണൻ്റെ പിന്തുടർമ്മക്കാരോ അല്ലെങ്കിൽ ഞാനോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഞങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കുകയോ അങ്ങനെ ഉഴപ്പിയോ ജീവിക്കുക. നോ ഈസ് നോട്ട് 150% ഉറപ്പാണ്. കാര്യം ക്യാരക്ടർ എനിക്കറിയാം. അവസാനം അത് പറയുന്നത് ആ ദുഃഖം അത് തന്നെ. അങ്ങനെ എന്തെങ്കിലും സൗഹൃദം ഉഴപ്പനായിരുന്നെങ്കിൽ പിന്നെ ഈ സാഹസിക്കുന്ന ആ ധൈര്യമൊന്നും വരത്തില്ല. മനസ്സിലായില്ലേ? ഈ ധൈര്യം വരുന്നത് എന്താണ്? തൻ്റെ ഉള്ള ആ ധാർമ്മികമായ ചങ്കൂറ്റം ഉണ്ടല്ലോ, അതാണ് ആ വാക്ക്. തനിക്കങ്ങനെ കാണിക്കാൻ തന്നെ പ്രാപ്തനാക്കുന്നത് ആ ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ്. അല്ലെ ധൈര്യം വരത്തില്ല. ഒന്നാമത് തനിക്ക് ഒരു വൈരാഗ്യം കാണും, ആ വൈരാഗ്യത്തിൽ നിന്ന് ചങ്കൂറ്റം വരും. പിന്നെ ക്യാരക്ടറിനകത്തുള്ള ഒരു സ്വഭാവവിശേഷത്തിനകത്ത് ചങ്കൂറ്റം വരും. അല്ലാതെ ഇങ്ങനെയുള്ള വിടന്മാർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ധൈര്യമൊക്കെ വരുന്നു. കൈ വിറയ്ക്കും. അവർക്ക് തന്നെ ഈ സിനിമാ ലോകത്തുള്ളവർക്ക് തന്നെ എന്ത് ബഹുമാനമായിരുന്നു. ഇപ്പോൾ സീമയ്ക്കായാലും കൊള്ളാം, പിന്നെ ഭാരതിക്കായാലും കൊള്ളാം, ഷീലയ്ക്കായാലും അവർക്കൊക്കെ ഭയങ്കര ബഹുമാനമായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ അടൂർ പങ്കയൻ തന്നെ ഞാൻ അവരുടെ സ്ഥലം വായിച്ചാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോഴീ ഇപ്പം അടൂർ പങ്കയൻ തന്നെ അണ്ണനെക്കുറിച്ച് എന്നോട് നേരിട്ട് പങ്കയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ 1-2 സിനിമയിൽ അവരും അണ്ണൻ്റെ കൂടെ സിനിമയിലുണ്ടായിരുന്നു പറഞ്ഞു. ഈ വടക്കൻ പാട്ടിന് അത് ഇഷ്ടപ്പെടുന്ന 1-2 സിനിമയിലുണ്ടായിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഈ അണ്ണനിങ്ങനെ നടന്നു പോകുമ്പം അവരിങ്ങനെ ചോദിച്ചു, കൃഷ്ണനായരല്ലേ? എന്താ കൃഷ്ണനായരെ എന്ന് ചോദിക്കുമ്പം പങ്കജ ചേച്ചി തീർന്നു. അത്രമാത്രം അണ്ണൻ പറഞ്ഞിട്ട് ആ വിശേഷം കുശലം പങ്കിടുന്ന സിനിമാ രംഗത്തുള്ള ആൾക്കാർക്ക് പോലും കുശലം പങ്കിടുന്ന രീതി ആയിരുന്നു അണ്ണൻ. പിന്നല്ലയോ ഒന്നും അല്ലാത്ത ഒരു സാധാരണ ആൾക്കാരോട് അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് അണ്ണൻ്റെ കമ്പം ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്തില്ലായിരുന്നു. ചെറുപ്പകാലത്ത് പലർക്കും അങ്ങനെ ഏതോ ഒരു കൊച്ചിനങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ചെറുപ്പക്കാരിയൊക്കെ കായലിയൊക്കെ വള്ളം മുങ്ങി വീണിട്ട് രക്ഷിച്ച ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേങ്കിൽ ഇങ്ങനൊരു ചങ്ങാത്തം ഉണ്ടായിരുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒലിപ്പം പ്രേമത്തിൻ്റെ ഒരാളായിട്ടോ അല്ലെ അങ്ങനെയുള്ള വേറെ താല്പര്യം വെച്ചൊരു സ്ത്രീകളുമായിട്ട് അടുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടോ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും അണ്ണനെക്കുറിച്ച് പറ്റത്തില്ല. അത്രമാത്രം കറകളഞ്ഞ വളരെ ഘനഗാംഭീര്യമുള്ള പിന്നെ സ്വഭാവ മഹിമയുള്ള ധർമ്മമുള്ള നല്ലൊരു മകനായിരുന്നു, നല്ലൊരു സഹോദരനായിരുന്നു, നല്ലൊരു കലാകാരനായിരുന്നു, അർപ്പണബുദ്ധിയുള്ള. അതാണ് ജയൻ, അർപ്പണബുദ്ധിയുള്ള. ആ ക്യാരക്ടർ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അവരൊക്കെ അങ്ങനെ ആണ് വളർന്നു വന്നത്. മനസ്സിലായി? സീറോയിൽ നിന്നാണ്, സീറോയിൽ നിന്ന് 100-ലോട്ട് വരികയാണ്. അതിനകത്ത് അവരെന്തെല്ലാം ത്യജിച്ച് കാണും, എന്തെല്ലാം അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ കാണും. നമ്മളെപ്പോലെ ഈ ചെത്തി കടക്കാനും നമ്മൾ ചെറുപ്പക്കാർ പറയുന്നു കള്ളു കുടിക്കാനും സേർട്ട് വലിക്കാനും തോന്നിയാസം പോലെയൊക്കെ ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ ഒരു പ്രായങ്ങളിലൊക്കെ അവരെ ഇങ്ങനെ ആഗ്രഹം. പക്ഷെ അപ്പോഴത്തെ പോലും ആ ഒരു സന്യാസതുല്യമായ ജീവിതമൊക്കെ ജീവിച്ചതുകൊണ്ടാണ് ജയനായത്. നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അണ്ണൻ്റെ ആ ഒരു സാഹസികതയ്ക്കകത്ത് എനിക്ക് വിരോധമുണ്ട്. കാര്യം നഷ്ടം എല്ലാവരെ പോലെ തന്നെ. അപ്പോൾ അത് അണ്ണനുണ്ടായിരുന്ന എത്രയോ സിനിമ അണ്ണൻ ചെയ്തതിനായിരുന്നു. അണ്ണൻ്റെ ബന്ധുക്കൾക്ക്, പിന്നെ അണ്ണൻ്റെ സഹോദരങ്ങൾക്ക്, മക്കൾക്ക്, മച്ചമ്പിമാർക്ക്, ഇപ്പം എന്നെപ്പോലെ 10-30 കസിൻസ് അണ്ണനുണ്ട്. 2-3 അമ്മാവന്മാരുണ്ട്, ഒരു കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ജീവിതം തന്നെ അടുത്ത സുഹൃത്തുക്കൾക്ക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വാസുപിള്ള എന്ന് പറഞ്ഞ ആ സുഹൃത്ത്, അവർക്കൊക്കെ എത്രയോ ഉപകാരപ്പെട്ട തന്നെയായിരുന്നു. തനിക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ താൻ അകമഴിഞ്ഞ് താൻ സഹായിക്കുമായിരുന്നു. ഇഷ്ടം വരണം, ഇഷ്ടം വരാനിച്ചിരി പാടായിരുന്നു. അതായിരുന്നു ബേബി അണ്ണെന്നുള്ളതായിരുന്നു ഒരു ഓർമ്മ പങ്കുവെക്കാനുള്ളത്. ജയൻ്റെ മരണ ദിവസങ്ങളിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും അതേപോലെ ദുഃഖകരമായ ആ ഓർമ്മകളെക്കുറിച്ചുള്ള ചിന്തകളും ഒന്നും വിശദീകരിക്കാമോ? അണ്ണൻ്റെ ഒരു സ്മരണ എന്നുള്ളതല്ല, അണ്ണൻ്റെ ഓർമ്മകൾ പോലും വളരെ വളരെ സത്യം പറഞ്ഞാൽ ഞാൻ പോലും അങ്ങനെ ഓർക്കാൻ ശ്രമിക്കാറില്ല. കാര്യം കൂടുതൽ ഓർക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഓരോ അണ്ണൻ്റെ ആരാധകരൊക്കെ ഒത്തിരി പേര് ഞാൻ പറയാറുണ്ട്, വിളിക്കാറ്. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർ പോലും. എനിക്ക് 10 വയസ്സായി, 40 വയസ്സുള്ളവരും 30 വയസ്സുള്ള ചെറുപ്പക്കാർ വരെ, ഒരു അടുത്ത കാലത്തൊരു പെങ്കൊച്ചു പോലും ഇങ്ങനെ വിളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മണിക്കൂറുകളാണ് അവർക്ക് അറിയേണ്ടത് ഈ അണ്ണൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച്. അപ്പം ജനഹൃദയങ്ങളിൽ കലാ ആസ്വാദകരുടെ മനസ്സിൽ ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു ചിത്രം പതിപ്പിച്ചു പോയ, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ, അല്ലെങ്കിൽ തൻ്റെക്കുറിച്ചുള്ള ആ സ്മരണ, അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ തൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ആ ഒരു എന്താണ് ഒരു ശരിക്കങ്ങ് അടിച്ച് ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവവിശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലികൾ, അദ്ദേഹം പെരുമാറ്റത്തിൻ്റെ സ്വഭാവങ്ങൾ. അപ്പോൾ ഇത് അദ്ദേഹം ചങ്കി പതിപ്പിച്ചിട്ടാണ് പോയത്. യഥാർത്ഥത്തിൽ അതാണ് ചെയ്തത്.
മലയാളികളുടെ ചങ്കിൽ ഇവിടെ മലയാളം പതിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു അതുല്യ ഒരു പ്രതിഭതനായിരുന്നു അണ്ണൻ, ഒരു തർക്കമില്ലാത്ത. പക്ഷേ ഞങ്ങൾക്ക് ബന്ധുക്കൾക്കൊന്നും അദ്ദേഹത്തെ അറിയാതെ പോയി എന്നുള്ള ഒരു സത്യമുണ്ട്. പിന്നെ ഇപ്പം മരിച്ചിട്ട് 40 വർഷം കഴിയുന്നു. മരിച്ചിട്ടുണ്ടെന്ന് 40 വർഷം കഴിയുമ്പം പോലും ഈ ഓർമ്മകൾ വീണ്ടും 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 പിന്നെ ജനങ്ങളും ആയിറക്കിക്കൊണ്ട് അത് കൂടുതലും പച്ചപ്പാവുന്ന അല്ലാതെ, കൂടുതലും ജൈവമാവുന്ന അല്ലാതെ അതിന് ഒരു കുറവ് വരുന്നില്ലെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊരു ഇപ്പോൾ സത്യനുണ്ട്, സത്യനും നല്ല അഭിനേതാവല്ലായിരുന്നു. പ്രേം നസീർ ഗിന്നസ് റെക്കോർഡിൽ പിന്നെ പേര് പോലും വന്ന എത്രയോ ഇഷ്ടപ്പെട്ട, ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പോഴും അദ്ദേഹത്തെ നല്ലൊരു മനുഷ്യനുള്ള കൂടെ ഈ നസീറിൻ്റെ ഒരു നല്ല ആരാധന ഞാൻ. അതുപോലെ സിനിമയുടെ വിജയശ്രീ, അപ്പോൾ അങ്ങനെയുള്ള ശീല അവരുടെയൊക്കെ ആ തലമുറ നമുക്കൊക്കെ വളരെ ആരാധന. ഹേമമാലിനി ഒക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സിനിമാ നടന്മാരും നടിമാരും അവർക്കൊക്കെ ഭയങ്കര നക്ഷത്ര തിളക്കമൊക്കെ ഉണ്ടായി പോലും എനിക്ക് തോന്നുന്നില്ല ഈ അണ്ണൻ്റെ കണക്കൊരു പ്രതിഷ്ഠ മനുഷ്യ ഹൃദയങ്ങളിൽ അണ്ണൻ നേടിയെടുത്തോണ്ടുള്ളൊരു സ്ഥാനം ആർക്കെങ്കിലും ഉണ്ടാവുമോ, കിട്ടിയിട്ടുണ്ടോ? ബ്രൂസ്ലിക്ക് ഉണ്ടാവും, അല്ലാതെ അതിന് തത്തുല്യമായിട്ട് ഇന്ത്യൻ സിനിമയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ. പിന്നെ ജയൻ്റെ മരണ ദിവസങ്ങളിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും അതേപോലെ ദുഃഖകരമായ ആ ഓർമ്മകളെക്കുറിച്ചുള്ള ചിന്തകളും ഒന്ന് വിശദീകരിക്കാമോ? അപ്പോഴേ അണ്ണൻ്റെ ആ മരണം വളരെ വിശ്വസിക്കാനൊക്കാത്ത രീതിയിൽ കൂടെ, എല്ലാവരെയും പോലെ തന്നെ വിശ്വസിക്കാനൊക്കാത്ത രീതിയിൽ നമ്മളും കേട്ടോ. പത്രം വന്നിട്ടാണെന്ന് തോന്നുന്നു വീട്ടിലൊക്കെ അറിഞ്ഞു തോന്നുന്നു. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, കൊല്ലത്തുണ്ടായിരുന്നു ഫോൺ. അപ്പോൾ അവിടെ അണ്ണൻ ബനിയണ്ണോടെ ഡയറി ഫോമൊക്കെ ഉണ്ടായിരുന്നു. ദേവിയും മിൽക്ക് സപ്ലൈസ് ഉണ്ട്. അണ്ണനോട് ഡയറി ഫോം 5-6 പശുക്കളൊക്കെ ആയിട്ട് അണ്ണനോട് ഇങ്ങനെ ഡയറി ഫോമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഫോണുണ്ട്, ലെറ്റർ പാടുമൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പോഴത് പിന്നെ പത്രത്തിൽ വന്നിട്ട് അച്ഛനൊക്കെ ആകപ്പാടെ സ്റ്റണ്ടായിപ്പോയി. മനസ്സിലായി. ഞാനും ഒക്കെ ഞങ്ങളിങ്ങനെ വിശ്വസിക്കാനൊക്കത്തില്ലല്ലോ. പിന്നെ പെട്ടെന്ന് കാറ് വിളിച്ച് വീട്ടിലോട്ട് ചെല്ലുമായിരുന്നു. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പിന്നെ വീട്ടിലെ അച്ഛനും അനിയണ്ണനും എന്നുവെച്ചാൽ അണ്ണൻ്റെ അനിയൻ ഇളയാൾ സോമൻ നായർ, പിന്നെ നമ്മുടെ കൊല്ലത്തെ വല്യച്ഛൻ്റെ മകൻ പൊടിയണ്ണൻ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ജില്ലാ സർവേ സൂപ്രണ്ടായിട്ടൊക്കെ റിട്ടയർ ചെയ്തു. അവർ 3 പേരോടാന്ന് തോന്നുന്നു നമ്മുടെ കുടുംബത്തെ പ്രതികരിച്ച് ഇങ്ങനെ ബോഡി ഏറ്റുവാങ്ങാനായിട്ട് വിമാനത്താവളത്തിലോട്ട് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞ് ഇവർ 3 പേരോടെ പോകുമെന്ന് പറഞ്ഞു. അച്ഛനന്ന് ഒരു ഷാളൊക്കെ ഇട്ട് ആ വിലാപയാത്രയൊക്കെ അച്ഛനെയൊക്കെ പ്രത്യേകം പൊടിയണ്ണയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു, അതിനകത്ത് കാണാൻ പറ്റുന്നു അനിയണ്ണയൊക്കെ. അങ്ങനെ വീട്ടിലങ്ങനെ ഒത്തിരി താമസിച്ചിട്ടാണ്. ഉച്ചയ്ക്കൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആ ബോഡി, പക്ഷെ ഉച്ചയ്ക്കും വന്നിട്ടില്ല. അന്ന് എനിക്കൊന്ന് വൈകിട്ട് വേറെ താമസിച്ചാൽ വന്നെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോഴും അപ്പച്ചിക്ക് ആ വൈരാഗ്യം, മകൻ മരിച്ചിട്ട് പോലും വൈരാഗ്യം അപ്പച്ചിയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ആവശ്യമില്ല അപ്പച്ചി ഒന്ന് അങ്ങനെ ഒരു ചില കാർക്കശ്യ അപ്പച്ചിയുടെ ആ കാർക്കശ്യ മകനും ഉണ്ടായിരുന്നല്ലോ. കൊണ്ടുവന്നു. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെളിയിലോട്ട് നമ്മളൊന്ന് ഇറങ്ങുമ്പം അവിടെ അങ്ങ് ഈ പിച്ചും ഭ്രാന്തം പിടിച്ച ആൾക്കാർ ഒരുമാതിരി എന്തോ അവർക്കൊക്കെ ഒരു വലിയ കനത്ത നഷ്ടം സംഭവിച്ചോണം ഒരുമാതിരി ആ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ പോലും നമുക്കൊരു വിഷമമായിരുന്നു. ആൾക്കാർ അത്രയും ഒരു അതിതീവ്രം അങ്ങനൊരു മരണ സംഭവം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അപകട മരണം പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ അടുത്ത സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട മകനോ സഹോദരനോ ഒക്കെ ഒരു മരിച്ച ഒരു ഭാവമാണ് ഈ വന്നുകൂടിയ ആൾക്കാരെ ഭാഗത്ത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത്. അന്ന് മരിച്ചിട്ട് എനിക്ക് അന്ന് ഓർമ്മയുണ്ട്. അന്ന് പാപ്പനംകോട് ലക്ഷ്മണൻ ഇവിടെ തിരക്കഥാകൃത്ത് അദ്ദേഹം അന്ന് അവിടെ വന്നിരുന്നു. അപ്പം വല്ലപ്പോഴുമൊക്കെ ഞാൻ അപ്പച്ചയെ സമാധാനിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങളാരും. ഇറങ്ങുമ്പോൾ ഈ പാപ്പനംകോട് ലക്ഷ്മണൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ വന്നിട്ട് ആ മതിലോട് ചാരി നിന്നിട്ട് ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ തിരുമ്മിയിട്ട് അയാൾ ഇങ്ങനെ നെഞ്ചത്ത് അടിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ അറകുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അറകിയിട്ട് അങ്ങനെ പറയുന്നുണ്ട്, ഇനി ഞാൻ ആരെ വെച്ചിട്ടാ സിനിമ തിരക്കഥ എഴുതുന്നത്? നീ ചതിച്ചിട്ട് പോയില്ലേടാ, ഞങ്ങളോടിത് വേണമായിരുന്നോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാപ്പനോട് ലക്ഷ്മണൻ വിലപിക്കുന്ന അന്ന് ഞാൻ കേട്ടായിരുന്നു. പിന്നെ അതുപോലെ അന്ന് ജയഭാരതിയുടെ സഹോദരൻ മോഹനൻ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം വന്നിരുന്നിട്ട് പുള്ളി എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു, വയ്യാതാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കഥ ഞാൻ കണ്ടു. അപ്പോൾ ആർക്കും അങ്ങനെ അങ്ങോട്ട് സഹിക്കാൻ വയ്യാത്ത അതിതീവ്രമായ ഒരു മാനസികാവസ്ഥയിലാണ് അവരെയൊക്കെ ഞാൻ കണ്ടത്. പിന്നെ അടുത്ത ദിവസം മരണത്തിനൊക്കെ ശേഷം രാത്രി കൊണ്ടുവന്ന അണ്ണനെ ശവദാഹം ചെയ്യുന്നു. അന്ന് തന്നെ അപ്പച്ചിയൊക്കെ ചത്തതിലൊക്കുമേ ജീവിച്ചിരിക്കില്ലോ, അവർ പോയല്ലോ. പിന്നെ അണ്ണൻ ആ മരണത്തിന് ശേഷം അപ്പച്ചി ആ കിടപ്പ് കിടന്നതാണ്. പിന്നെ ആ തള്ള എഴുന്നേറ്റിട്ടില്ല.
മനസ്സിലായില്ലേ? പിന്നെ ആ തള്ള എഴുന്നേറ്റിട്ടില്ല. അവർ അത് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞിട്ട് അണ്ണൻ്റെ 2ാമത്തെ ചരമവാർഷികത്തിൻ്റെ 16ാമത്തെ ദിവസമോ അല്ലെങ്കിൽ അതിന് മുമ്പം കണ്ട് അണ്ണൻ്റെ മരണത്തിന് 2ാമത്തെ ചരമവാർഷികത്തിന് തൊട്ട് മുമ്പം കണ്ട് ആണ് അപ്പച്ചി മരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. തൊട്ട് മുമ്പിലും കണ്ടാണ് ആ മരണത്തിനും നമ്മൾ പോയിരുന്നുള്ള. പിന്നെ ഇളയ അനിയൻ 10-20 വർഷം കഴിഞ്ഞ് 99 ഇളയ അനിയൻ മരിക്കുന്നു. പക്ഷേ പിന്നെ കുടുംബം അണ്ണൻ്റെ ആ മരണശേഷം എന്താണ് പറയുന്നത്, ആ ഒരു നെടുന്തൂണ്, ആ വീടിൻ്റെ കുടുംബത്തിൻ്റെ ആ നെടുന്തൂണ് നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ആ കുടുംബം പോലും ശിഥിലമായിപ്പോയി എന്നുള്ള കാര്യം. തണലായിട്ട് നിന്ന ഒരാൾ, ദൈവതുല്യനായ ഒരാൾ നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേനും പിന്നെ അപ്പച്ചിക്ക് ഭ്രാന്തും പിച്ചുമ്പായി. പിന്നെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനെ ഒക്കെ ഞങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെയൊന്നും കൂടുതൽ ബാധിക്കുന്നില്ല. പക്ഷെ ബാധിച്ചു, എല്ലാ കുടുംബാംഗങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും വളർച്ചയും അവരുടെ പിന്നെ അവർക്ക് മുൻകൂർ കിട്ടാമായിരുന്ന ഒരു വലിയൊരു ഗുണങ്ങളെല്ലാം അവർക്ക് ഒരുപാട് എല്ലാവർക്കും നഷ്ടം വന്നിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് നഷ്ടം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. കാര്യം അണ്ണനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അണ്ണൻ്റെ കൂടെ മദ്രാസിൽ പോവുകയും വലിയ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ടോ അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിൽ എനിക്കും കയറി വരാൻ പറ്റുമായിരുന്നല്ലോ. സിനിമാ ഫീൽഡിൽ അപ്പം അഭിനയിക്കാൻ അല്ലെങ്കിൽ പോലും എന്നാൽ ഞാനും അണ്ണൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാനും നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ നല്ല നടനായിട്ടൊക്കെ ഞാനും നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനെക്കുറിച്ച് ആ ഒരു സീറ്റിലോട്ടൊന്നും നമുക്ക് വന്നിരിക്കാനോ, കാര്യം അണ്ണൻ്റെ ആ ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യമോ ഒന്നും നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരാളല്ല. അണ്ണനാണ്, മനസ്സിലായില്ലേ? അത് യുണീക്കാണ്. അതൊരു അവതാരം, ഒരു ജന്മ അവതാരം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതൊക്കെ 100 വർഷമൊക്കെ കൂടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ജന്മം. വിവേകാനന്ദ സ്വാമികളെപ്പോലെ ആ യുഗപുരുഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു ജന്മമാണ്. ഇപ്പം മോഹൻലാലിനെ പോലെ നമുക്ക് ആവാൻ പറ്റുമോ? മോഹൻലാലിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആർക്കെങ്കിലും കിട്ടുമോ? ഇപ്പം ഭാരതി, ഷീല, എത്രയോ പെണ്ണുങ്ങൾ ജനിക്കുന്നു മരിക്കുന്നു. അപ്പോൾ ഇവരെ പോലുള്ള സൗന്ദര്യങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ നമുക്ക് എല്ലാ പെണ്ണുങ്ങളാവുന്ന കാര്യമുണ്ട്. അവരുടെ മുഖത്ത് വരുന്ന അവരെ എത്രയോ ജീവനല്ലേ, എത്രയോ കഥാപാത്രങ്ങൾ ജീവനൊക്കെ വെച്ചു കൊടുക്കുന്നതാണ്. അവരിപ്പോൾ അതുപോലെ വിജയശ്രീ. അപ്പോൾ അതൊക്കെ അതുല്യമായ ചില ജന്മങ്ങളാണ്. അതൊക്കെ ദൈവം ഇങ്ങനെ ദൈവം തന്നെ അവതരിക്കുന്നത്. അതെല്ലാം അവർ ദൈവതുല്യരായിട്ടുള്ള മനുഷ്യന്മാരാണ്. ഒരു പ്രത്യേക ഇപ്പോൾ യേശുദാസ് അദ്ദേഹം പാടുന്നു, അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യം ആർക്കെങ്കിലും കിട്ടുമോ? അതാ ഈ ചില യുഗങ്ങളിലുണ്ടാകുന്ന അപൂർവ ജന്മങ്ങൾ. അങ്ങനൊരു മുത്തായിരുന്നു. പക്ഷെ നമുക്കത് അനുഭവിക്കാനുള്ള യോഗമില്ലാതായി. ഞാനതേ പറയത്തുള്ളൂ. ഞങ്ങൾക്കൊക്കെ അണ്ണൻ ജീവിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കും ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് അതിനുള്ള ധർമ്മച്യുതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നഷ്ടം ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ അണ്ണനങ്ങനെ ഒരാളങ്ങനെ കയറി വരുമ്പം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവമേ ആപത്തൊന്നും വരും. അതല്ലേ കുഞ്ഞുങ്ങളെക്കുറിച്ച് അമ്മമാരൊക്കെ പ്രാർത്ഥിക്കത്തില്ല, പള്ളിയിലൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ദൈവമേ എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തരുതേ, ദൈവം നീ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കാൻ സത്യം പറഞ്ഞാൽ അണ്ണനെക്കുറിച്ച് അങ്ങനെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. തള്ള കാണുമായിരിക്കും, അല്ലെങ്കിൽ അനിയൻ കാണുമായിരിക്കും. എനിക്ക് പോലും സത്യം ഞാൻ തുറന്നങ്ങ് പറയാമല്ലോ, അണ്ണൻ അത്രയും വലിയൊരാളായിരുന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 100 ചോദ്യങ്ങൾ അണ്ണനെക്കുറിച്ച് വരുമ്പോൾ അണ്ണനെക്കുറിച്ച് അന്വേഷിച്ചുള്ള അന്വേഷണങ്ങൾ വരുമ്പോഴാണ് അയ്യോ ദൈവമേ പോയതാ, കയ്യിലുള്ള കിട്ടാക്കനി ആയിരുന്നല്ലോ, ഇത്ര വലിയൊരു വിലയുള്ള അമൂല്യ രത്നമായിരുന്നല്ലോ ദൈവമേ, നഷ്ടപ്പെട്ടെന്നുള്ളൊരു തീവ്ര ദുഃഖത്തോട് മാത്രമേ ചിലപ്പോഴൊക്കെ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് കരയാതെ ഇരിക്കും. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് കരഞ്ഞു. ഓർമ്മ വന്ന വല്ലാതൊരു വിങ്ങൽ നമുക്ക് വല്ലാത്തൊരു ഈ ദുഃഖം നമുക്ക് അനുഭവപ്പെടാണ്. അപ്പോൾ ഓർമ്മയെന്നല്ലാണ് ഈ അണ്ണൻ്റെ സ്മരണകൾ വരുമ്പം അണ്ണനെക്കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ഓർക്കുന്നില്ല. അണ്ണൻ്റെ ആ നടത്തിയ ആ ചിരിയും ആ വർത്തമാനവും ആ പോക്കൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളിൽ തട്ടി നമ്മൾ ഓർക്കുന്നില്ല. ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് വിങ്ങിപ്പൊട്ടാതെ അണ്ണനെക്കുറിച്ച് ഓർക്കാനൊക്കത്തില്ലെന്നുള്ളതാണ്. മനസ്സിലായി? അതാണ് എൻ്റെ ഒരു കാര്യം. നമുക്ക് നഷ്ടം അതുപോലെ നമ്മുടെ ഇനി അങ്ങനൊരു ജന്മം നമുക്ക് കിട്ടുമോ? ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടുമോ? നമ്മുടെ സമൂഹത്തിന് കിട്ടുമോ? ഈ കാലത്തിന് എത്ര കാലം കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇനി വേണ്ട, അണ്ണൻ്റെ ജീവിത കഥയെ അധികരിച്ച് നമുക്കൊരു സിനിമ ഉണ്ടാക്കാം. അങ്ങനെ പലരും സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ അണ്ണൻ്റെ കഥ എഴുതാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എഴുതിത്തരാം. അണ്ണൻ്റെ ഓർമ്മകൾ എന്നെ കൊണ്ട് വെക്കുന്നതാണ്. ഞാൻ ഓർമ്മകൾ പലരും അന്വേഷിച്ച് നമ്മൾ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ തിരിച്ചവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്.
നിങ്ങൾ ആരെ കാസ്റ്റ് ചെയ്യും? ഈ പ്രകൃതി കിട്ടുമോ? എന്താണ് ആ സംഭാഷണത്തിന് എക്കാനം ഇല്ലേ? ഞാൻ ചില സിനിമയിലൊക്കെ ഡാ എന്നെ തന്നെ വിളിക്കുന്നേ നിന്നോട് കാര്യം എനിക്ക് പറയാൻ പറ്റുന്നില്ലത്. ഒരു പ്രത്യേക ഒരു എന്താണ് തൂക്കി ശബ്ദം ഇങ്ങനെ ഇല്ല എന്താണ് ഇല്ല ചില ചെമ്പിനകത്തൊക്കെ നമ്മൾ വീട്ടുമ്പോഴുള്ള ഒരു ശ്രുതിയും ഒരു ഉണ്ടല്ലോ, ആ ശ്രുതി കിട്ടുവാണ്. അത്ര എന്താണ് അങ്ങനെയുള്ളൊരു ഇമ്പമുള്ള സൗണ്ടല്ലേ, എന്നെങ്കിൽ ഭയങ്കര പൗരുഷമുള്ള സൗണ്ടുമാണ്. അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ളത് നമുക്ക് അതാ അണ്ണനാവാനായിട്ട് പലരുമൊക്കെ ചിലരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ പലരുമൊക്കെ അണ്ണനാവാനായിട്ടൊക്കെ ചിലരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയുള്ളൂ ഭയങ്കര അബദ്ധമാണ് കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കണം. അണ്ണൻ്റെ ജീവിതം ജീവിച്ചു, അവർ പോയി വന്നു മിന്നി തിളങ്ങി പൊലിഞ്ഞു പോയി. അതായിരുന്നു അണ്ണനൊക്കെ എന്ന് പറയാം. വന്നു തിളങ്ങി അത്രേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. അതായിരുന്നു നമ്മളതിനെ അങ്ങനെ തന്നെ സമാധാനിക്കാനേ പറ്റത്തുള്ളൂ. സമാധാനിക്കുക, മനസ്സിലായില്ല? അങ്ങനെ വന്നു തെളിഞ്ഞ ഒരു എന്താണ് ശുക്രനക്ഷത്രമെന്നോ അല്ലെങ്കിൽ മീറ്റിയേഴ്സെന്നോ ഒരു മിന്നാമിനുങ്ങെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. വന്ന് കത്തിത്തൊലിച്ച് പെട്ടെന്ന് അങ്ങ് കത്തിയമർന്ന് പോകുന്ന, പ്രകാശം പരന്നിട്ട് അങ്ങ് പോകുന്ന, ആരാണ്ട് അടുത്തുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ബാക്കി വെച്ചിട്ട് എന്നൊക്കെ പിടിച്ചോ എന്നുള്ളൊരു പോക്കായിരുന്നു പോയത്, മനസ്സിലായി? അതിൻ്റെ പിന്നെ എല്ലാവരും ഇപ്പം അത് കഴിഞ്ഞിട്ട് ആ കുടുംബം തന്നെ തകർന്നു പോയെന്നുള്ളതാണ്. പിന്നെ അണ്ണനാവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇളയാൾ. പക്ഷെ ചില ആംഗിളിലൊക്കെ അനിയണ്ണനൊക്കെ അണ്ണൻ്റെ ഒരു പടം കണ്ട് ഞാൻ ഉമ്മ വെക്കുന്ന അറിയാം അനിയ ചേച്ചി അനിയൻ്റെ ഭാര്യ ഒരു പടം എടുത്ത് തന്നായിരുന്നു. ആ വർദ്ധന ഇതാരാന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്തിട്ട് അണ്ണനല്ലയോ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനെടുത്ത് അറിയാതെ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് എന്നെ കളിയാക്കി ചിരിക്കും. ഭാര്യയും ഭർത്താവ് അനിയണ്ണനും അനിയ ചേച്ചിയുടെ എന്നുവെച്ചാൽ സോമൻ നായരും അനിയ ചേച്ചിയുടെ ശ്രീദേവി എന്ന് പറഞ്ഞു. ഇങ്ങനെ ചിരിച്ചേടാ അത് അത് അണ്ണനല്ലടാ ഞാനാന്ന് അണ്ണ പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു ആംഗിളിൽ നല്ല സാദൃശ്യമുണ്ട് അണ്ണനോട്. പക്ഷേ സാദൃശ്യം ഉണ്ട്. അപ്പം അണ്ണന് ഇളയാൾ വേറെ രീതിയിൽ കൂടെ നല്ല കഴിവുള്ള ഒരാൾ, നല്ല എൻ്റർപ്രണറായിരുന്നു. അണ്ണനും ഒരു ആഠ്യ സ്വഭാവം. അണ്ണനൊക്കെ ആ കണ്ണാടിയൊക്കെ വെച്ച് അനിയണ്ണൻ ബൈക്ക് എൻഫീൽഡൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാൻ ഒരു കൗതുകമാണ്. പക്ഷേ ഒരിക്കലും അണ്ണനാവില്ലല്ലോ, മനസ്സിലായില്ല? അണ്ണനാവാൻ പറ്റത്തില്ലല്ലോ. അതാണ് ആ ഒരു ഗംഭീരത. അതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അവതാരമാണ്. അപ്പോൾ അണ്ണൻ്റെ ആ ഒരു സ്മരണയ്ക്ക് മുമ്പിൽ പിന്നെ എല്ലാവരോടും ആ തീവ്രമായ ദുഃഖവും അദ്ദേഹത്തിനുള്ള ഒരു എന്താണ് ഒരു ആരാധനയും അദ്ദേഹത്തിനുള്ള സ്നേഹവും ബഹുമാനവും പ്രണയവും. അദ്ദേഹത്തിനോട് എല്ലാവർക്കും പ്രണയമാണ്. മരിച്ചു പോയിട്ടും ഇപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ ഒരു അണ്ണൻ്റെ ആ ഒരു എന്താണ് മക്കൾക്ക് വേണ്ടിയിട്ട്, അണ്ണനെ ഇപ്പോഴും സ്നേഹിക്കുന്ന അണ്ണൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അറിയപ്പെടാത്ത ഒത്തിരി മക്കളുണ്ട്. ഇപ്പോഴും അണ്ണൻ്റെ സ്മരണകൾ വളരെ ജീവത്തായിട്ട് നിർത്തുന്ന ഓരോരുത്തരുടെയും മുമ്പിൽ, ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ അവർക്കെല്ലാം വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരുടെയും സമസ്ത ലോകത്തിൻ്റെയും ഈ സർവൈശ്വര്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, അണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ആ സ്മരണയ്ക്ക് മുമ്പിൽ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, പ്രണാമം.